ബഹുമാനരായ സത്യവിശ്വാസിനികളെ, സർവശക്തനായ അള്ളാഹുവിൻ്റെ വിധിവിലക്കുകൾ അനുസരിച്ച് കഴിവിൻ്റെ പരമാവധി ജീവിതത്തിൽ അള്ളാഹുവിനെ തഖ്വായി ജീവിക്കണമെന്ന് ആമുഖമായി എന്നോട് നിങ്ങളോട് വസിയത്ത് ചെയ്യുകയാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല മുത്തഖീങ്ങളായി ജീവിക്കാനും മുസ്ലിമായി മരിക്കാനുമുള്ള തൗഫീഖ് നമുക്കെല്ലാവർക്കും നൽകി അനുഗ്രഹിക്കട്ടെ. പ്രിയമുള്ളവരെ, ഹിജ്റയുടെ 9-ാം വർഷം തബൂക്ക് യുദ്ധം നടക്കുന്ന വേളയിൽ അതിനുവേണ്ടി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും സ്വഹാബാക്കളും പുറപ്പെടുകയും ആ യാത്രാമധ്യേ അവർ അനുഭവിക്കുന്ന ചില ക്ലേശങ്ങളും ബുദ്ധിമുട്ടുകളും അവർക്ക് അതിജീവിക്കേണ്ടി വരികയും ചെയ്തിട്ടുണ്ട്. അത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘടകമെന്നുള്ളത് ആ ഒരു സാഹചര്യത്തിലെ ഒരു സാമ്പത്തികമായ പിന്നോക്കാവസ്ഥയാണ്. വരൾച്ചക്കാലത്ത് വല്ലാത്ത വറുതി അനുഭവപ്പെടുന്നവരാണ് അറേബ്യയിലെ ജനങ്ങൾ. അതുകൊണ്ട് തന്നെ ശക്തമായ ഒരു ദാരിദ്ര്യാവസ്ഥയിലാണ് അവർ യുദ്ധത്തിന് പുറപ്പെടുന്നത് തന്നെ. വളരെ ലിമിറ്റഡായ ആഹാരമാണ് ഓരോരുത്തർക്കും അന്ന് നൽകപ്പെട്ടിരുന്നത്. ആ ഭക്ഷണങ്ങളും തീർന്നു തുടങ്ങി. ആവശ്യത്തിന് ഭക്ഷണമില്ലാത്ത ഒരു സാഹചര്യം ഉണ്ടായപ്പോൾ സ്വഹാബാക്കളിൽ ചിലർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മുമ്പിലേക്ക് വന്ന് പറഞ്ഞു, നബിയെ, ഭക്ഷണക്കമ്മി വല്ലാതെ ബുദ്ധിമുട്ടുണ്ടാക്കുന്നുണ്ട്, പരിഹരിക്കാതെ മുന്നോട്ട് പോകൽ പ്രയാസമാണ്. അതുകൊണ്ട് 1-2 ഒട്ടകങ്ങളെ അറുക്കാനും അതിൻ്റെ മാംസം ഭക്ഷണമാക്കാനുമുള്ള അനുവാദം വേണം. വേറെ നിവൃത്തിയില്ല. കാരണം നമ്മുടെ വാഹനങ്ങളാണ്, യാത്രാവാഹനം കൂടിയാണ്. എന്നിരുന്നാൽ പോലും ഭക്ഷണമില്ലാത്തൊരു സാഹചര്യത്തിൽ ഇനി മുന്നോട്ട് പോക്ക് പ്രയാസമാണെന്ന് പറയുമ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളൊന്ന് ആലോചിച്ചു. ഒരു പ്രശ്നം ഗൗരവമുള്ളതാണ്, മറ്റു പരിഹാര മാർഗങ്ങളൊന്നുമില്ല. റസൂൽ പറഞ്ഞു, ആയിക്കോട്ടെ, കുഴപ്പമില്ല, നിങ്ങൾ 1-2 ഒട്ടകങ്ങളെ അറുത്തതിൻ്റെ മാംസം ഭക്ഷണമാക്കാം എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവർക്ക് അനുവാദം കൊടുത്തു. ആ സന്ദർഭത്തിൽ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ഈ വിഷയത്തിൽ ഇടപെട്ടുകൊണ്ട് റസൂലിൻ്റെ മുമ്പിലേക്ക് വന്നു. നബി, അങ്ങ് അനുവാദം കൊടുത്തു ഒട്ടകങ്ങളെ അറവ് ചെയ്യാൻ. അത് അനുവാദം കൊടുത്തു, ഭക്ഷണത്തിന് മറ്റു മാർഗമില്ല, അവരെ പ്രശ്നം ജനുവിനാണല്ലോ എന്ന് റസൂലുള്ളാഹി പറയുമ്പോൾ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, നബി, അങ്ങനെ ചെയ്യരുത്. നമുക്കൊന്നാമത് വാഹനങ്ങൾ വളരെ കുറവാണ്, യാത്ര വളരെ സുദീർഘവുമാണ്. ഈ ഒരു സാഹചര്യത്തിൽ യാത്രാവാഹനങ്ങളെ കൂടി നമ്മൾ ഭക്ഷണമാക്കുന്നൊരു സാഹചര്യം ഉണ്ടായാൽ വലിയ പ്രതിസന്ധിയിലേക്ക് നമ്മൾ പോകില്ലേ? അതുകൊണ്ട് മറ്റേതെങ്കിലും ഒരു ഉപാധിയില്ലേ നബിയെ എന്ന് താങ്കളൊരു കാര്യം ചെയ്യണം. റസൂലിനോട് അദ്ദേഹം പറയാണ്, അവശേഷിക്കുന്ന ഭക്ഷണങ്ങൾ സുരുക്കൂട്ടിയിട്ട് അങ്ങ് ദുആ ചെയ്യരുത് റസൂലേ, അല്ലാഹുവിനോട് പ്രാർത്ഥിക്ക്, നമുക്കതിന് പരിഹാരം ഉണ്ടായേക്കാമെന്ന് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു പറയുകയും ആ അഭിപ്രായത്തെ സ്വീകരിച്ചുകൊണ്ട് ഓരോരുത്തരും അവരവരുടെ പക്കൽ എന്താണോ ഇനി അവശേഷിക്കുന്നത് അത് കൊണ്ടുവരാനും പറഞ്ഞു. അങ്ങനെ ഓരോരുത്തരും അവരെ പക്കലുള്ള ചെറുതും വലുതുമായ ഓരോന്നും, ഒരു പിടി ബാർലിയുമായി വന്നവരുണ്ട്, ഒരു പിടി ഗോതമ്പുമായി വന്നവരുണ്ട്, 1-2 ഈന്തപ്പഴങ്ങളുമായി വന്നവരുണ്ട്. അങ്ങനെ കൊണ്ടുവന്നതെല്ലാം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തൻ്റെ മുമ്പിൽ വിരിച്ച ഒരു വിരിപ്പിലേക്ക് ഇടാൻ പറഞ്ഞു. അതെല്ലാവരും കൊണ്ടുവന്നതെല്ലാം അവിടെ ഇട്ട് അള്ളാഹുവിനോട് ദുആ ചെയ്തു. അള്ളാഹുവിനോട് അതിൻ്റെ ബറക്കത്തിന് വേണ്ടി പ്രാർത്ഥിച്ച റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ഇനി നിങ്ങൾക്ക് ആവശ്യമുള്ളത്, ഓരോരുത്തർക്കും ആവശ്യമായത് അവരവരുടെ സഞ്ചിയിലേക്ക് വാരി നിറക്കാൻ പറഞ്ഞു. അങ്ങനെ ഓരോരുത്തരും അവർക്ക് കഴിക്കാൻ ആവശ്യമായ ഭക്ഷണങ്ങൾ ആ സഞ്ചിയിലേക്ക് വാരി നിറച്ചു. അങ്ങനെ എല്ലാവരും സഞ്ചി നിറച്ച ആഹാരം എടുത്തു. എല്ലാവരും മടങ്ങി ടെന്റുകളിലേക്കും പോയി. അപ്പോഴും ഭക്ഷണം അവിടെ അവശേഷിക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ ആ ഭക്ഷണം അവർക്ക് ആവശ്യമായ നിലയിൽ അത് തികയുകയും ആ ബർക്കത്തിന് ശേഷം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആ ഒരു സംഭവത്തോട് പ്രതികരിക്കുന്നത്, അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അന്നി റസൂലുള്ളാഹ്, തീർച്ചയായിട്ടും ആരാധനയ്ക്ക് അർഹനായിട്ട് അല്ലാഹു അല്ലാതെ മറ്റാരുമില്ല, ഞാൻ അല്ലാഹുവിൻ്റെ റസൂലാണെന്ന് ഞാനിതാ സാക്ഷ്യപ്പെടുത്തുന്നു എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതിനോട് ചേർത്ത് റസൂൽ ഒരു വാചകം കൂടി പറഞ്ഞു, ലാ യൽഖല്ലാഹു ബിഹിമാ അബ്ദുൻ ഗൈറു ശാക്കിൻ ഇല്ലാ ദഖലൽ ജന്ന എന്ന്. ഈ 2 വാചകങ്ങളുമായിട്ട്, ഈ 2 പ്രഖ്യാപനങ്ങളുമായിട്ട് ആരെങ്കിലും അള്ളാഹുവിനെ കണ്ടുമുട്ടിയാൽ ഓരോ ഷാക്കിൻ, അതിൽ അർത്ഥശങ്കയ്ക്ക് പോലും ഇടയില്ല, അല്പം പോലും സംശയമില്ലാതെ ഈ 2 വാചകങ്ങളിൽ അടിയുറച്ച് വിശ്വസിച്ചുകൊണ്ട് ഈ 2 വചനങ്ങളും കൊണ്ട് ഏതെങ്കിലും മനുഷ്യൻ അള്ളാഹുവിനെ കണ്ടുമുട്ടിയാൽ ദഖലൽ ജന്ന, അവന് സ്വർഗ്ഗം ഉറപ്പാണെന്ന് പുണ്യ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇവിടെ ഈ സംഭവത്തിനകത്ത് കുറച്ച് കാര്യങ്ങൾ നമുക്ക് ശ്രദ്ധിക്കാനുണ്ട്. ഒന്നാമതായി നോക്കൂ നിങ്ങൾ,
റസൂലുള്ളാഹിയുടെ മുമ്പിലേക്ക് വന്നിട്ട് തൻ്റെ അനുയായികൾ വന്ന് പറയുന്ന പ്രശ്നം അത് എത്ര പെട്ടെന്ന് റസൂൽ മനസ്സിലാക്കുന്നത്. അവരെ പ്രശ്നം വിശപ്പാണ്, ഇനി മുന്നോട്ട് പോകണമെങ്കിൽ ആ വിശപ്പിന് പരിഹാരമുണ്ടായേ തീരൂ എന്ന് റസൂലിന് മുമ്പിൽ പറയുമ്പോൾ ആൾക്കൂട്ടത്തിൽ ഒരുവനായതുകൊണ്ട് തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് അവരുടെ വികാരവും പ്രശ്നവും മനസ്സിലാക്കാൻ കഴിഞ്ഞു. ഒരു നല്ല നേതാവിൻ്റെ ഏറ്റവും മനോഹരമായ ഗുണമാണ് ഇന്നില്ലാതെ പോയതും ഇത് തന്നെയാണ്. ജനങ്ങളുടെ പ്രശ്നങ്ങൾ അത് മനസ്സിലാക്കാൻ കഴിയുന്നവനാണ് നേതാവ്, അവനായിരിക്കണം നേതാവ്. അങ്ങനെയാണെങ്കിൽ ലോകത്ത് നന്മയുണ്ടാവുള്ളൂ. പക്ഷെ ഇന്ന് അതില്ല. ഇന്ന് എല്ലാവരും അവനവൻ്റെ കാര്യങ്ങൾ എന്ത് ചെയ്യുക, നേതാക്കന്മാരൊക്കെ അവർ സുരക്ഷിതരാണോ, അവർക്ക് സമ്പത്തുണ്ടോ, അവർക്ക് ഭക്ഷണമുണ്ടോ, അവർക്ക് സൗകര്യങ്ങളുണ്ടോ എന്നത് മാത്രമാണ് എല്ലാവരും ഫോക്കസ് ചെയ്യുക. അവരുടെ താല്പര്യങ്ങളും ലക്ഷ്യങ്ങളും സന്തോഷങ്ങളും പൂർത്തീകരിക്കപ്പെട്ടാൽ ജനങ്ങൾ എന്തനുഭവിച്ചാൽ നമുക്കെന്ത് എന്നതാണ് ഇവിടുത്തെ ഒരു രീതി. അതിൽ നിന്ന് വളരെ വിപരീതമായ റസൂലിൻ്റെ ഒരു ശൈലി എന്നുള്ളത് അവരെ പ്രശ്നം പറഞ്ഞപ്പോൾ പെട്ടെന്ന് മനസ്സിലായി. ഒന്നാമത് അതാണ് നമ്മൾ മനസ്സിലാക്കാനുള്ളത്. രണ്ടാമത് നോക്കൂ, റസൂലുള്ളാഹി പറയാൻ അനുവാദം കൊടുത്തു, നിങ്ങൾ അർത്ഥോളൂ, അത് ഭക്ഷണമാക്കിക്കോളൂ എന്ന് പറയുമ്പോൾ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു വന്നിട്ട് പറയുന്ന നബി അങ്ങനെ ചെയ്യരുത് എന്ന്. ഈ ഉമർ റളിയല്ലാഹു അൻഹു ആരാണ്, റസൂൽ ആരാണെന്ന് നമുക്ക് നന്നായിട്ട് അറിയാം. റിസാലത്തിന്റെയും നുബുവത്തിന്റെയും ഗൗരവമേറിയ ഉത്തരവാദിത്വമുള്ള അന്നും വഹി ലഭിച്ചുകൊണ്ടിരിക്കുന്ന മുഹമ്മദ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് സാധാരണക്കാരനായ ഒരു പൗരൻ എഴുന്നേറ്റ് എന്ന് പറയാൻ റസൂലെ അരുത് എന്ന് ഞാൻ എടുത്തൊരു തീരുമാനത്തെ ഒരാൾ ധിക്കരിക്കണം. റസൂലിന്റെ ഒരു തീരുമാനത്തെ ഒരാൾ എന്ത് ചോദ്യം ചെയ്യുകയാണ്. പക്ഷെ അത് അഭിപ്രായമായിട്ട് പറഞ്ഞാൽ ഒരു മാന്യതയുണ്ട്. അദ്ദേഹം ചോദ്യം ചെയ്യുന്ന ശൈലിയിലല്ലോ ഒരു അഭിപ്രായമായിട്ട് മുന്നോട്ട് വെക്കുന്നത്. പക്ഷെ എന്നിരുന്നാൽ പോലും തന്റെ അഭിപ്രായത്തിനെതിരാണല്ലോ. പക്ഷെ അതിനെ ഒരു ദുരഭിമാന ബോധത്തോടു കൂടി തള്ളിക്കളയാതെ, ഒരു ഈഗോ അടിക്കാതെ അത് ന്യായമാണല്ലോ എന്ന് ചിന്തിച്ചു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതാ റസൂല്. അത് നമുക്ക് വലിയ മാതൃകയുണ്ട്. നമ്മൾ എടുക്കുന്ന തീരുമാനങ്ങൾ ചിലപ്പോൾ ശരിയായിക്കൊള്ളണമെന്നില്ല. ചില അഭിപ്രായങ്ങൾ, നമ്മുടേതായ അഭിപ്രായങ്ങൾ ചില സ്റ്റാൻഡുകളൊക്കെ ശരിയായിക്കൊള്ളണമെന്നില്ല. പുറത്തുനിന്ന് ഒരാൾ അഭിപ്രായം പറയുമ്പോൾ നീ എനിക്ക് അഭിപ്രായം പറയാനോ എന്നെ ചോദ്യം ചെയ്യാനോ ആയിട്ടില്ല എന്ന ധിക്കാര മനോഭാവമല്ല വേണ്ടത്. ആ പറഞ്ഞ അഭിപ്രായത്തെ അത് നല്ലതാണോ മോശമാണോ എന്ന് പരിശോധിക്കാനുള്ള വിശാല ബുദ്ധി കാണിക്കണം. അതിന് ദുരഭിമാനം തടസ്സമാകാൻ പാടില്ല. ഈ ലോകത്തിന്റെ നേതാവ് ഉമറിന്റെ സാധാരണക്കാരനായ ഉമറിന്റെ അഭിപ്രായം കേട്ടപ്പോഴും അത് സ്വീകരിച്ചപ്പോഴും അത് സ്വീകരിച്ച് നടപടിയിലേക്ക് വന്നപ്പോഴും നബി തന്നെയായിരുന്നു, ഒന്നും കുറഞ്ഞിട്ടില്ല. അപ്പൊ റസൂലുള്ളാഹിയുടെ ആ ഒരു വിശാലതയുണ്ടല്ലോ, അതിൽ നമുക്ക് വലിയ മാതൃകയുണ്ട്. ഉമറിന്റെ അഭിപ്രായം സ്വീകരിക്കുന്നു, അത് വലിയ ഗൗരവപ്പെട്ടൊരു വിഷയമാണ്. യാത്രയ്ക്ക് വാഹനവും ഗൗരവമുള്ളതാണല്ലോ. അതുകൊണ്ട് ആ വിഷയത്തെ മറ്റൊരു രീതിയിൽ കൈകാര്യം ചെയ്തു, പരിഹാരവുമായി. ആ പരിഹാരത്തിന് റസൂലിന്റെ പ്രതികരണമുണ്ട്. ഞാൻ അള്ളാഹുവിന്റെ റസൂലാണെന്നും അള്ളാഹു മാത്രമാണ് ആരാധനയ്ക്ക് അർഹനെന്നും ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദ് റസൂലുള്ളാഹി എന്ന ആദർശം ഒരിക്കൽ കൂടി എനിക്ക് ബലപ്പെടുന്നു എന്ന്. നബിക്ക് വഹി കിട്ടുന്നു, അള്ളാഹുവിൽ നിന്ന് നേരിട്ട് വഹി കിട്ടുന്ന ആളാണ്. എല്ലാം ഇരിക്കുമ്പോഴും ഓരോ സംഭവങ്ങളും പ്രവാചകന്റെ ഈമാനെ ബലപ്പെടുത്തിക്കൊണ്ടേയിരുന്നു. ഒരിക്കൽ കൂടി ഞാൻ ബലപ്പെടുത്തി പറയുന്നു, അള്ളാഹുവിന്റെ ദൂതനാണ് ഞാനെന്നും അള്ളാഹു മാത്രമാണ് ആരാധനയ്ക്ക് അർഹനെന്നും. എന്നിട്ട് റസൂല് പറഞ്ഞാണ്, ഈ വാചകങ്ങൾ ആരെങ്കിലും അർദ്ധശങ്കയ്ക്ക് പോലും ഇടയില്ലാത്ത രീതിയിൽ സ്വീകരിക്കുകയാണെങ്കിൽ ഈ രണ്ട് ആദർശവാക്കും കൊണ്ടൊരു മനുഷ്യൻ അള്ളാഹുവിനെ കണ്ടുമുട്ടിയാൽ അവന് സ്വർഗമുണ്ട് എന്ന് പുണ്യ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതാണ് ലാ ഇലാഹ ഇല്ലല്ലാഹ്. അതാണ് ലാ ഇലാഹ ഇല്ലല്ലാഹ്. ഇതാണ് നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ടത്. നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ടത് ലാ ഇലാഹ ഇല്ലല്ലാഹയാണ്. പക്ഷെ പലപ്പോഴും നമ്മൾ എന്ത് ചെയ്യുക, വില കുറഞ്ഞൊരു നാണയത്തെ പോലെ, മൂല്യം നഷ്ടപ്പെട്ടൊരു നാണയത്തെ പോലെ മാറ്റിവെക്കുകയാണ് കാണുന്നത്. നിരോധിക്കപ്പെട്ട നോട്ടിന് പ്രസക്തി ഇല്ല എന്നതുപോലെ ഇസ്ലാമിന്റെ ശാഖാപരമായ കാര്യങ്ങളിൽ നമ്മൾ ഫോക്കസ് ചെയ്യുകയും ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന ആദർശത്തെ, അടിസ്ഥാനത്തെ നമ്മൾ ശ്രദ്ധിക്കാതെ വിടുകയും ചെയ്യുന്നുണ്ട്. അത് അബദ്ധമാണ്. അത് വലിയ അബദ്ധമാണ്. ഈമാന്റെ ഒരുപാട് ശാഖകൾ നമ്മുടെ മുമ്പിലുണ്ട്, അതെല്ലാം നമ്മൾ പരിഗണിക്കാറുമുണ്ട്. ലോകത്ത് ഓരോന്നും സമൂഹത്തിൽ ജീവിക്കുമ്പോൾ നമ്മുടെ ഓരോ പ്രവർത്തനങ്ങളും ഓരോ കാഴ്ചകളും ഓരോ സംഭവങ്ങളും നമ്മുടെ ജീവിതത്തിന്റെ ഭാഗമാണ്, മതത്തിന്റെ ഭാഗമാണ്. അതുകൊണ്ട് തന്നെ ആമസോൺ കാടുകൾ കത്തിപ്പിടിക്കുമ്പോൾ ലോകത്തുണ്ടാകുന്ന ആഗോള താപനവും കാലാവസ്ഥാ വ്യതിയാനവും നമുക്ക് ചർച്ചയാക്കാം. അതും ചർച്ച ചെയ്യേണ്ടതുണ്ടല്ലോ, അതും ചർച്ചയാക്കപ്പെടേണ്ടതുണ്ട്. ഇവിടെ നടക്കുന്ന യുദ്ധവും കെടുതികളും ചർച്ച ചെയ്യപ്പെടേണ്ടതുണ്ട്. അങ്ങനെ ഓരോന്നും, തൊഴിലും രാഷ്ട്രീയവും സമ്പത്തും ക്രയവിക്രയങ്ങളും എല്ലാം ചർച്ച ചെയ്യപ്പെടേണ്ടതുണ്ട്. കാരണം അതെല്ലാം നമ്മുടെ ദീനിന്റെ ഭാഗമാണ്. ദീൻ എന്ന് പറയുമ്പോൾ പള്ളിക്കകത്തുള്ള അള്ളാഹുവുമായിട്ടുള്ള മനുഷ്യന്റെ ആരാധന മാത്രമല്ലല്ലോ, മനുഷ്യന്റെ ജീവിതത്തിന്റെ സർവ്വമേഖലയും ദീനാണ്. അതുകൊണ്ട് എല്ലാം പരിഗണിക്കപ്പെടേണ്ടതുണ്ട്. പക്ഷേ എന്നാൽ അസ്ഥിവാരം, അടിത്തറ, അതിന്റെ കാതൽ എന്നുള്ളത് അത് ലാ ഇലാഹ ഇല്ലല്ലാഹ്. അത് ഇടയ്ക്കിടയ്ക്ക് പരിശോധിക്കപ്പെടേണ്ടതില്ലേ? പക്ഷെ നമ്മൾ പാടെ അത് ഒഴിവാക്കുകയാണ്. ലാ ഇലാഹ ഇല്ലല്ലാഹ് മാറ്റി വെച്ചിട്ട് പോഷകമായി നിൽക്കുന്ന, അല്ലെങ്കിൽ അതിന്റെ ശാഖാപരമായി നിൽക്കുന്ന വിഷയങ്ങളെ ഗൗരവ സ്വഭാവത്തോടെ വീക്ഷിക്കുകയാണ്. ഈ വിശുദ്ധ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഇന്നലിൽ ഈമാനി ബിദ്ഉൻ വസബഊന ശുഅബ അഫ്ളലുഹാ ഖൗലു ലാ ഇലാഹ ഇല്ലല്ലാഹ് വഅദ്നാഹാ ഇമാതത്തുൽ അദാനി തുരിഖ് അൽ ഹയാഉ മിനൽ ഈമാൻ. പുണ്യ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, ഈമാൻ 70-ൽ ചില്ലുവാൻ ശാഖയുണ്ട്.
ഒരു റിവായത്തിൽ 60 ചില്ലുവാനൊന്നും കാണാൻ കഴിയും. 20 ചില്ലുവാനും ശാഖകളുണ്ട് ഈമാന്. അതിൽ ഏറ്റവും പരമപ്രധാനമെന്നുള്ളത് ലാ ഇലാഹ ഇല്ലല്ലാഹയാണ്. ലാ ഇലാഹ ഇല്ലല്ലാഹയാണ് ഏറ്റവും പ്രധാനം. ത്വഹാറത്ത്, ശുദ്ധി എന്നുള്ളത് അത് ഈമാന്റെ ഭാഗമാണ്. ഹയാ, ലജ്ജ എന്നുള്ളത് ഈമാന്റെ ഭാഗമാണ്. ഇമാത്തത്തുൽ അദാ അനി ത്വരീഖ്, വഴിയിലെ മാർഗ തടസ്സം നീക്കം ചെയ്യുക എന്നുള്ളത്, വഴിയിലെ തടസ്സം മാറ്റുക എന്നുള്ളത് അതും ഈമാന്റെ ഭാഗമാണ്. അല്ലെന്ന് പറഞ്ഞിട്ടില്ല, അതെല്ലാം ഈമാന്റെ ഭാഗമാണ്, ഗൗരവത്തോടെ പരിഗണിക്കേണ്ട സംഗതിയാണ്. എന്നിരുന്നാലും ഏറ്റവും പ്രധാനമായത് ലാ ഇലാഹ ഇല്ലല്ലാഹയാണല്ലോ. ഒന്നാമത് നമ്മൾ മനസ്സിലാക്കേണ്ടതും എപ്പോഴും പരിശോധിക്കേണ്ടതും എപ്പോഴും ചർച്ച ചെയ്യേണ്ടതും ലാ ഇലാഹ ഇല്ലല്ലാഹയാണ്. കാരണം അതില്ലാതെ മറ്റൊന്നില്ല. ലാ ഇലാഹ ഇല്ലല്ലാഹ എങ്കിൽ പിന്നെ മറ്റൊന്നും ശരിയാവില്ല, മറ്റൊന്നും ശരിയാകാൻ പോകുന്നുമില്ല. അള്ളാഹുവിന്റെ വിശുദ്ധ ഖുർആൻ പറഞ്ഞല്ലോ, ഒരു പക്ഷെ റബ്ബല്ലാതെ വലൗല ആലിഹത്തുൻ ഇല്ലല്ലാ ലഫസദത എന്ന്. ആകാശഭൂമികളിൽ അള്ളാഹു അല്ലാത്ത മറ്റേതെങ്കിലും ഒരു ശക്തി ഉണ്ടെങ്കിൽ ആകാശഭൂമികളെ ഉണ്ടാകുമായിരുന്നില്ല എന്ന്. ഇത് നിലനിൽക്കില്ല. അള്ളാഹു അല്ലാതെ മറ്റൊരു ശക്തി കൂടി ഇവിടെ ഉണ്ട് എങ്കിൽ ഈ ആകാശഭൂമികൾ പോലും നശിച്ചു പോകുമായിരുന്നു എന്ന്. ആകാശവും ഭൂമിയും നിലനിൽക്കാൻ ലാ ഇലാഹ ഇല്ലല്ലാഹ് വേണം. ലാ ഇലാഹ ഇല്ലല്ലാഹയാണ് എല്ലാത്തിന്റെയും അസ്തിവാരം ലാ ഇലാഹ ഇല്ലല്ലാഹ്. അതിലൂടെയാണ് നമ്മൾ മുന്നോട്ട് പോകേണ്ടത്. അത് എപ്പോഴും പരിശോധിച്ചുകൊണ്ടേയിരിക്കണം. അതില്ലെങ്കിൽ മറ്റൊന്നില്ല. ലാ ഇലാഹ ഇല്ലല്ലാഹ് ഇല്ലെങ്കിൽ പിന്നെ ഒന്നില്ല. ജദ്ദിദു ഈമാനക്കുമെന്ന് അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നിങ്ങളുടെ ഈമാനെ നിങ്ങൾ പുതുക്കിക്കൊണ്ടേയിരിക്കണമെന്ന് റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പുതുക്കിക്കൊണ്ടേയിരിക്കും. മറ്റൊരു വിവാദത്തിൽ കാണാൻ കഴിയുന്നത് വസ്ത്രങ്ങൾക്ക് പഴക്കമുണ്ടാകുന്നത് പോലെ ഈമാനും പഴകിപ്പോകുമെന്ന് പുണ്യ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ. അപ്പൊ ചോദിക്കപ്പെട്ട റസൂൽ എങ്ങനെയാണിത് പുതുക്കുക എന്ന്. 2 റിവായത്തിന്റെയും 2ാം ഭാഗം അങ്ങനെ തന്നെയാണ്. 2 വഴിയിലൂടെ ആണെങ്കിലും വസ്ത്രം പഴകിയതുപോലെ ഈമാൻ പഴകിപ്പോലെ എങ്ങനെ പുതുക്കുക? റസൂൽ ഈമാൻ പുതുക്കുന്നതിനെ കുറിച്ച് അവരോട് പറഞ്ഞു കൊടുത്തു, അക്സിറു ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന്. ലാ ഇലാഹ ഇല്ലല്ലാഹയെ കുറിച്ചുള്ള പഠനം, ആ ദിക്റുകൾ നിങ്ങൾ വർദ്ധിപ്പിച്ചുകൊണ്ടേയിരിക്കണമെന്ന് പുണ്യ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഈമാൻ നമുക്ക് ബലപ്പെടുത്തണോ, അത് പുതുക്കിക്കൊണ്ടിരിക്കണം. പഴകിപ്പോകാതിരിക്കണമെങ്കിൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് മാറ്റിവെക്കാൻ അനുവാദമില്ല. അത് പുതുക്കിക്കൊണ്ടേയിരിക്കണം, അത് പറഞ്ഞുകൊണ്ടേയിരിക്കണം, അത് ചർച്ച ചെയ്യപ്പെട്ടുകൊണ്ടേയിരിക്കണം. ഒരു ദിക്റായിട്ട് പറയുക എന്നതല്ലല്ലോ. ദിക്റായിട്ട് പറയാം, എത്ര ആവർത്തി വേണമെങ്കിലും പറയാം. ഓരോ ദിവസവും നമ്മൾ ചൊല്ലുന്നത് ലാ ഇലാഹ ഇല്ലല്ലാഹ്ക്ക് വലിയ പ്രതിഫലം നമുക്ക് നൽകാൻ കഴിയും. അതിലൊക്കെ ഉപരിയായി അത് ചർച്ച ചെയ്യപ്പെടണം. ഫഅലം അന്നഹു ലാ ഇലാഹ ഇല്ലല്ലാഹ്. വിശുദ്ധ ഖുർആൻ അല്ലാഹു പറയാണ്, ഫഅലം, നിങ്ങൾ അറിഞ്ഞുകൊണ്ടേയിരിക്കണം, അന്നഹു ലാ ഇലാഹ ഇല്ലല്ലാഹ്, അല്ലാഹു അല്ലാതെ ആരാധനയ്ക്കർഹൻ ആരുമില്ല എന്ന്. ലാ ഇലാഹ ഇല്ലല്ലാഹ് നിങ്ങൾ പഠിച്ചുകൊണ്ടേയിരിക്കണമെന്ന് വിശുദ്ധ ഖുർആൻ. അത് പഠനവിധേയമാക്കിക്കൊണ്ടിരിക്കണം. നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന വിഷയമാണ് ലാ ഇലാഹ ഇല്ലല്ലാഹ്. എന്താണ് ലാ ഇലാഹ ഇല്ലല്ലാഹ്, എന്താണ് അർത്ഥമാക്കുന്നത്, അതിന് താല്പര്യം എന്താണ്, അത് നമ്മൾ പഠിച്ചുകൊണ്ടേയിരിക്കണം. ലാ ഇലാഹ ഇല്ലല്ലാഹ് അതിന്റെ ഓരോന്നും അത് പ്രധാനമായും നമ്മുടെ മുമ്പിൽ നമ്മളെല്ലാം ചിന്തിക്കുന്ന, നമ്മൾ ആഗ്രഹിക്കുന്ന എല്ലാ ലക്ഷ്യങ്ങളുടെയും സങ്കേതമാണ് ലാ ഇലാഹ ഇല്ലല്ലാഹ്. നമുക്ക് എന്തൊക്കെയാണോ വേണ്ടത്, അത് ഒരുപാട് ലക്ഷ്യങ്ങളും ആഗ്രഹങ്ങളും ഉണ്ട്. എല്ലാം പല ചാലുകൾ പോലെയാണ്. എല്ലാം വന്നു ചേരുന്നത് പ്രധാനമായി 4 ഭാഗത്തേക്കാണ്. നമ്മുടെ പ്രധാനപ്പെട്ട എല്ലാ ലക്ഷ്യങ്ങളും, ഭൗതികമാകട്ടെ, ആത്മീയമാകട്ടെ, പാരിത്രികമാകട്ടെ, സർവ്വ നന്മകളുടെയും സർവ്വ ലക്ഷ്യങ്ങളുടെയും കേദാരം എന്നുള്ളത് പ്രധാനമായി 4 കാര്യങ്ങൾ ചെന്ന് അവസാനിക്കും. ഈ 4 നന്മകളും 4 നേട്ടങ്ങളും എല്ലാം ലാ ഇലാഹ ഇല്ലല്ലാഹിലാണ് വന്ന് അവസാനിക്കുന്നത് എന്നാണ് റസൂലിന്റെ അധ്യാപനം. ഖുർആൻ അത് മനസ്സിലാക്കി നൽകുന്നത്. ഖുർആനിലൂടെ നോക്കിയാലും ഹദീസിലൂടെ നോക്കിയാലും ലാ ഇലാഹ ഇല്ലല്ലാഹിലൂടെയാണ് നമ്മുടെ ജീവിതത്തിന്റെ എല്ലാ വികാസങ്ങളും നിൽക്കുന്നത്, ഭൗതികവും ആത്മീയവുമായ എല്ലാ കാര്യങ്ങളും. അതുകൊണ്ട് പഠിച്ചുകൊണ്ടേയിരിക്കുക. ലാ ഇലാഹ ഇല്ലല്ലാഹയുടെ അർത്ഥം നമുക്കറിയാം. ആരാധനയ്ക്ക് അർഹനായിട്ട് അല്ലാഹു അല്ലാതെ മറ്റാരുമില്ല എന്ന്. അല്ലാഹു എന്ന വാക്കിന്റെ, അല്ലാഹു എന്ന പദത്തിന്റെ ഡെഫിനിഷനാണ് ലാ ഇലാഹ ഇല്ലല്ലാഹ്. ഒരു വിശദീകരണം, അല്ലാഹു അൽ ഇലാഹ് എന്ന്, ആരാധനയ്ക്ക് അർഹനായ ഒരേ ഒരുവൻ, അതാ അല്ലാഹു എന്ന വാക്കിനർത്ഥം. ആരാധനയ്ക്ക് അർഹനായ ഒരേ ഒരുവൻ, അതാ അല്ലാഹു എന്ന വാക്കിനർത്ഥം. അത് വിശദീകരിച്ചു പറഞ്ഞു ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന്. ആരാധനയ്ക്ക് അർഹനായിട്ട് അല്ലാഹു അല്ലാതെ മറ്റാരുമില്ല എന്ന വിശ്വാസം. അതിന്റെ ഒന്നാമത്തെ ഘട്ടം എന്നുള്ളത് ഒരു മനുഷ്യന്റെ വിശ്വാസ സംസ്കരണമാണ്. ഈ വിശ്വാസത്തിൽ അടിഞ്ഞുകൂടിയ മാലിന്യങ്ങളിൽ നിന്ന് ഒരു മനുഷ്യനെ മുക്തരാക്കുക എന്നുള്ളതാണ് ഓരോ കാലഘട്ടത്തിലും ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന പ്രവാചകന്മാർ ചെയ്തിട്ടുള്ളത്. പുണ്യ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ, അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വരുമ്പോൾ കളങ്കിതമായ മനസ്സിന്റെ ഉടമകളാ മക്കയിലെ മുശ്രിക്കുകൾ. ബഹുദൈവ വിശ്വാസം കൊണ്ട് വിശ്വാസത്തിൽ കളങ്കമായി പോയി, വിശ്വാസത്തിൽ മാലിന്യങ്ങൾ അടിഞ്ഞുകൂടി പോയി. ലാത്തയും മുസ്സയും മനാത്തയും അടങ്ങുന്ന വിഗ്രഹങ്ങളെ വെച്ച് പൂജിക്കുന്നവരായി ഒരു സമൂഹം തരം താഴ്ന്നു പോയപ്പോ അവരെ വിളിച്ചുണർത്തി പറയാൻ വേണ്ടിയാണ് ലാ ഇലാഹ ഇല്ലല്ലാഹുമായി മുഹമ്മദ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വന്നത്. 10 വർഷക്കാലം ഖുർആൻ സംസാരിച്ചത് ലാ ഇലാഹ ഇല്ലല്ലാഹയുടെ വിശദീകരണം മാത്രം, അതിനപ്പുറത്തൊന്നും പറഞ്ഞിട്ടില്ല.
അതിനപ്പുറത്ത് പറഞ്ഞിട്ടില്ല. യമനിലേക്ക് മുആദ് ബിൻ ജബലിനെ അയച്ചു പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മതം പഠിപ്പിക്കാൻ വേണ്ടി. മുആദിനോട് പറഞ്ഞത്, മുആദ് നീ പോകുന്നത് അഹ്ലു കിതാബുകളുടെ അടുക്കിലേക്കാണ്, പൂർവ്വ വേദങ്ങളുടെ വക്താക്കൾ അവര്. അവിടെ പോയിട്ട് ആദ്യം പഠിപ്പിക്കേണ്ടത് ലാ ഇലാഹ ഇല്ലല്ലാഹ്. അത് അംഗീകരിച്ചിട്ടേ അടുത്ത പാഠമുള്ളൂ എന്ന്. ഒന്നാം പാഠം ലാ ഇലാഹ ഇല്ലല്ലാഹ്, അത് പഠിപ്പിക്കും മുആദ്. അത് പഠിച്ചു കഴിയുമ്പോൾ പിന്നെ അവരോട് പറയണം 5 നേരം നമസ്കരിക്കാനെന്ന്. ആദ്യത്തെ പാഠം ലാ ഇലാഹ ഇല്ലല്ലാഹ്. ആദ്യ പാഠമേ കോട്ട വിട്ടിട്ട് അതേ നമ്മൾ പഠിക്കാതെ വിട്ടിട്ട് രണ്ടാം പാഠം പഠിച്ചാൽ ശരിയാവൂല. ഒന്നാമത്തെ പാഠം അത് ഇടയ്ക്കിടയ്ക്ക് നമ്മൾ നീളം പഠിച്ചുകൊണ്ടേയിരിക്കണം, ഒന്ന് പരിശോധിച്ചുകൊണ്ടേയിരിക്കണം. ഒന്നാം പാഠം ലാ ഇലാഹ ഇല്ലല്ലാഹ്. അത് മനസ്സിലാക്കണം, അത് ഉറപ്പിച്ചു വെക്കണം. അത് റസൂൽ വന്നതിനാണ്. അല്ലാഹു റസൂൽ മാത്രമല്ലല്ലോ അത് തുടങ്ങി വെച്ച് എനിക്ക് മുമ്പുള്ള പ്രവാചകന്മാരും ഞാനും ഈ ലോകത്ത് പറഞ്ഞ ഏറ്റവും മഹത്തായ വാക്യം, ഏറ്റവും മഹത്തായ പ്രഖ്യാപനം അത് ലാ ഇലാഹ ഇല്ലല്ലാഹ് പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. അത് നൂഹ് നബി അതന്നെ പറഞ്ഞത്. എന്നാൽ ലാത്തയും ഉസ്സയും മനാത്തയും ആരാധിച്ചിരുന്ന ഒരു സമൂഹത്തിന് മുമ്പിൽ മുഹമ്മദ് നബി ലാ ഇലാഹ ഇല്ലല്ലാഹ് പഠിപ്പിക്കേണ്ടി വന്നെങ്കിൽ അതിന് മുമ്പ് കടന്നുപോയ പ്രവാചകന്മാർ ഓരോരുത്തരും അതിനെ പറഞ്ഞത്. യഊക്കിനെയും യഊസിന്റെയും ബദ്ദിന്റെയും സുവാവിന്റെയും മുമ്പിലിരുന്ന് ആരാധിച്ചൊരു സമൂഹത്തോട് ലാ ഇലാഹ ഇല്ലല്ലാഹ് നൂഹുൻ റസൂലുള്ളാഹ് എന്ന് പറഞ്ഞുകൊണ്ടാണ് നൂഹ് നബി അലൈഹി സ്വലാം കടന്നു വന്നത്. അവരോടും പറഞ്ഞത് അത് തന്നെയാണ്. എല്ലാ പ്രവാചകന്മാരും ലോകത്ത് പഠിപ്പിച്ച ഏറ്റവും മഹത്തായ പ്രഖ്യാപനം, ഏറ്റവും മഹത്തായ ആദർശം, ഏറ്റവും മഹത്തായ ആശയം അത് ലാ ഇലാഹ ഇല്ലല്ലാഹ്. അത് ഗൗരവത്തോടെ പഠിക്കാനാണ് പറയുന്നത്. അത് അവസാന പ്രവാചകനും 10 വർഷക്കാലം ഇറങ്ങിയ ഖുർആൻ വചനങ്ങൾ മുഴുവനും ലാ ഇലാഹ ഇല്ലല്ലാഹ് വിശദീകരിക്കുന്നതായിരുന്നു എന്ന് പറയുമ്പോൾ തന്നെ അതിന്റെ ഗൗരവം മനസ്സിലാക്കണം. ആ ഈമാം പഠിപ്പിച്ചിട്ടാ ബാക്കിയെല്ലാം. റസൂല് വന്നിട്ട് ആയിഷ പറഞ്ഞതുപോലെ റസൂല് വന്നിട്ട് ആദ്യമേ പറഞ്ഞത് നിങ്ങൾ മദ്യം ഉപേക്ഷിക്കണമെന്നാണെങ്കിൽ, ലഹരി നിങ്ങൾ ഉപേക്ഷിക്കണമെന്നായിരുന്നെങ്കിൽ ആരും ലഹരി ഉപേക്ഷിക്കുമായിരുന്നില്ല. തമ്മിലടിക്കുന്ന ജനങ്ങളോട് ആയുധങ്ങൾ കയ്യിൽ തറയിൽ വെക്കാൻ പറഞ്ഞാൽ ആരും ആയുധങ്ങൾ കയ്യിൽ തറയിൽ വെക്കില്ലായിരുന്നു. ഈ പറയപ്പെടുന്ന ഒരു നവോത്ഥാനവും അറേബ്യയിൽ നടക്കില്ലായിരുന്നു. പക്ഷെ എന്താ റസൂൽ പഠിപ്പിച്ചത്? ആദ്യത്തെ 10 വർഷം ഒരു മനുഷ്യന്റെ ഹൃദയത്തിൽ അടിഞ്ഞുകൂടിയ ആദർശ വിഷയത്തിൽ അടിഞ്ഞുകൂടിയ മാലിന്യങ്ങളെ പുറന്തള്ളി ലാ ഇലാഹ, ഒരു ഇലാഹുമില്ല എന്ന്. എന്നിട്ട് അവിടെ ഇല്ലല്ലാഹ് അല്ലാഹുവിനെ സ്ഥാപിച്ചു. ഒരു ഇലാഹുമില്ല, ഇല്ലാത്ത നിങ്ങൾക്കൊന്നുമല്ല, മനാത്ത് ഒന്നുമല്ല, ഉസ്സ ഒന്നുമല്ല. അങ്ങനെ ഒരു വിഗ്രഹങ്ങളും വെച്ചു പൂജിക്കുന്ന 100 കണക്കിന് വരുന്ന വിഗ്രഹങ്ങളോ ആൾദൈവങ്ങളോ മരിച്ചുപോയ മനുഷ്യരോ നിങ്ങൾക്ക് ആരാധ്യന്മാരല്ല. അവരാരും നിങ്ങളെ പടച്ചിട്ടില്ല. മഴ പെയ്യിക്കുന്നതിൽ അവർക്ക് പങ്കില്ല. മഴ പെയ്യിക്കുന്നവനാര്? ആകാശഭൂമികളെ പടച്ചവനാര്? നിങ്ങൾക്ക് ജന്മം നൽകിയവനാര്? നിങ്ങളെ മരിപ്പിക്കുന്നവനാര്? ആരിലേക്കാണ് നിങ്ങൾ മടങ്ങി ചെല്ലേണ്ടത്? അവനാണ് നിങ്ങളുടെ നാഥൻ, അവനാണ് നിങ്ങളുടെ ഇലാഹ്, അവനാണ് അല്ലാഹു. ആ റബ്ബിനെ മാത്രമേ നിങ്ങൾ ആരാധിക്കാവൂ എന്ന് ആ വിശ്വാസത്തിലേക്ക് ജനങ്ങൾ കൊണ്ടുവന്നുകൊണ്ടേയിരുന്നു. ആ സംസ്കരണമാണ് ആദ്യം നടപ്പിലാക്കുന്നത്. എന്നിട്ട് പറഞ്ഞു ആ റബ്ബ് പറഞ്ഞിട്ടുണ്ട് മദ്യം ഉപേക്ഷിക്കാനെന്ന്. അപ്പൊ കളഞ്ഞു, ആ നിമിഷം കളഞ്ഞു. നിങ്ങൾ ഗോത്രത്തിന് മേൽ തമ്മിലടിക്കില്ലെന്ന് പകയെല്ലാം വിട്ടൊഴിഞ്ഞു. ഗൗസും മഖ്സറജും 100 കണക്കിന് വർഷങ്ങൾ പരസ്പരം വെട്ടിയവർ അവർ ആയുധങ്ങൾ തറയെ വെച്ച് ചേർത്തു പിടിക്കുന്ന സൗഹൃദങ്ങളായി മാറി. എന്തുകൊണ്ടെന്നറിയുമോ? ആദ്യം പഠിപ്പിച്ച ലാ ഇലാഹ ഇല്ലല്ലാഹ്. അത് പഠിപ്പിച്ചത് കൊണ്ട് അത് പഠിക്കുക, അത് പഠിച്ചിട്ട് ബാക്കി എന്തുമുള്ളൂ. അതൊന്നാമത് പഠിക്കുക. ലാ ഇലാഹ ഇല്ലല്ലാഹ് അതാണ് ഏറ്റവും മഹത്തായത്. അത് ഉറപ്പിച്ചുകൊണ്ടേയിരിക്കണം. നമുക്കെപ്പോഴും ഗൗരവപ്പെട്ട സംഗതി ലാ ഇലാഹ ഇല്ലല്ലാഹ്. ഇതില്ലെങ്കിൽ ഒന്നുമില്ല. അതിൽ നിന്നാണ് ബാക്കിയുള്ളതെല്ലാം. അതാ ഖുർആൻ വിശദീകരിക്കുന്നത്. അലം തറ കൈഫ ദറബല്ലാഹു മസലൻ കലിമത്തുൻ ത്വയ്യിബ, പരിശുദ്ധമായ വാക്യത്തെക്കുറിച്ച് അല്ലാഹു ഉപമിച്ച കണ്ടോ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം? നബിയോട് പറയണം, നബിയെ പരിശുദ്ധ വാചകത്തെ അല്ലാഹു എങ്ങനെയാണ് ഉപമിച്ചതെന്ന് കണ്ടോ? കശജറത്തിൻ ത്വയ്യിബത്തിൻ, പവിത്രമായ പരിശുദ്ധമായ വൃക്ഷത്തോടാണ് ഉപമിക്കുന്നത്. അസ്ലുഹാ സാബിത്തുൻ വഫറുഹാ ഫിസ്സമാ, ആകാശത്തിലേക്ക് പടർന്നു നിൽക്കുന്ന ഒരു മരം, അതിന്റെ പേര് നല്ല ഉറപ്പുള്ളതാണ്. നല്ല വേരുറപ്പുള്ള തണ്ടുറപ്പുള്ള ഒരു വൃക്ഷം, ഒരു വടവൃക്ഷം ആകാശത്തിങ്ങനെ പരന്നു കിടക്കണത് ശിഖരങ്ങളായിട്ട്. ആ ശിഖരങ്ങൾ നിറച്ച് എപ്പോഴും പഴം നൽകുന്ന പഴവർഗ്ഗങ്ങൾ എപ്പോഴും നൽകുന്ന സീസൺ നോക്കാതെ ഏത് കാലഘട്ടത്തിലും നിറഞ്ഞ് പഴുത്ത് തുടുത്ത് നിൽക്കുന്ന പാകപ്പെട്ട പഴങ്ങൾ കൊണ്ട് നിറയ്ക്കപ്പെട്ട ഒരു മഹത്തായ വൃക്ഷത്തോടാണ് ലാ ഇലാഹ ഇല്ലല്ലാഹ് ഉപമിക്കുന്നത്. അതാണ് അടിസ്ഥാനം. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നുള്ളത് നന്നാക്കിയാൽ ബാക്കി താനെ നന്നാവും. ഒന്നാമത് നന്നാക്കേണ്ടത് വിശ്വാസമാണ്. ആ വിശ്വാസ ശുദ്ധി കൈവരിച്ചു, അത് ബലപ്പെടുത്തി കഴിഞ്ഞാൽ, ലാ ഇലാഹ ഇല്ലല്ലാഹ് ഉറപ്പ് വന്നു കഴിഞ്ഞാൽ പിന്നെ പുറത്തേക്ക് ശാഖാപരമായി ഉണ്ടാകുന്നതാണ് ഒരു മനുഷ്യന്റെ ജീവിതത്തിന്റെ പരിവർത്തനം എന്നുള്ളത്. അതാണ് ജീവിത വിശുദ്ധി, കർമ്മ വിശുദ്ധി എന്നും പറയാം. ഒന്നാമത് ഹൃദയത്തെ ശുദ്ധീകരിക്കുക. ഇത് അടിഞ്ഞുകൂടി കിടക്കുന്ന പലതരത്തിലുള്ള ചിന്തകൾ, വിശ്വാസങ്ങൾ, ആ സങ്കല്പങ്ങൾ അതെല്ലാം വലിച്ചെറിഞ്ഞിട്ട് ഹൃദയത്തെ ശുദ്ധീകരിക്കുക. അത് ശുദ്ധീകരിച്ച് ലാ ഇലാഹ ഇല്ലല്ലാഹ് സ്ഥാപിച്ചു കഴിയുമ്പോൾ അത് പുറത്തേക്ക് കൊണ്ടുവരുന്ന ഈമാനുള്ള ലാ ഇലാഹ ഇല്ലല്ലാഹ് കൊണ്ടുവന്ന നന്മയാണ് സഹാബാക്കളുടെ ചരിത്രം.
അതുകൊണ്ട് നന്മയാണ്. അതിന് മുമ്പുള്ള ചരിത്രവും ശേഷമുള്ള ചരിത്രവും പരിശോധിക്കാം. ഒരു മനുഷ്യൻ എങ്ങനെ മാറ്റമുണ്ടാകിയെന്ന്. പെൺകുട്ടികൾ, കുഴിച്ചു മൂടപ്പെട്ട പെൺകുട്ടികള്, അവർ എന്തിന് കുഴിച്ചു മൂടപ്പെട്ടു എന്ന് ചോദിക്കപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടാകുമെന്ന് ആയത്തിറങ്ങിയപ്പോ റസൂലിന് മുമ്പിൽ വിതുമ്പിക്കരഞ്ഞുകൊണ്ട് ചില മനുഷ്യർ വന്നിട്ടുണ്ട്. എന്താ പറയാനുള്ളവർക്ക്? റസൂലെ, എത്ര പെൺമക്കളെയാണ് നമ്മൾ കുഴിച്ചു മൂടിയതെന്ന് ജീവനോടെ. ഖുർആന് മുമ്പ് പെമ്മക്കളെ കുഴിച്ചു മൂടിയ ഒരു സമൂഹമാണ്. ഖുർആന് ശേഷം ലാ ഇലാഹ ഇല്ലല്ലാഹ് പഠിച്ചതിന് ശേഷം ആ പെമ്മക്കളെ പോറ്റി വളർത്തി ത്യാഗം സഹിച്ച് അവർക്ക് നല്ല ജീവിതം ഉണ്ടാക്കി കൊടുത്താൽ സ്വർഗ്ഗമുണ്ട് എന്ന് പഠിപ്പിച്ച റസൂലിന്റെ വാചകങ്ങൾ കൊണ്ട് ആ പെമ്മക്കളെ ചേർത്തു പിടിച്ചത്. ആ പെമ്മക്കളെ ഇതാ ബുശ്റാഹുദുഹും ബിൽ ഉൻസ എന്ന് ഖുർആന്റെ പ്രയോഗം പോലും അങ്ങനെയാണ്. ഒരു പെൺകുഞ്ഞ് പിറന്നു എന്ന് ഒരു അച്ഛനും അമ്മയ്ക്കും സന്തോഷ വാർത്ത അറിയിക്കപ്പെട്ടാൽ, ഒരു പെൺകുഞ്ഞിന്റെ ജനനത്തെ കുറിച്ച് ഖുർആൻ പറഞ്ഞ ബിഷാറത്ത് എന്നാണ്, സന്തോഷ വാർത്ത എന്ന്. അത് ആ നിലയിൽ സ്വീകരിക്കാൻ തുടങ്ങിയത് ലാ ഇലാഹ ഇല്ലല്ലാഹ് പഠിച്ച ശേഷം മാത്രമാണ്. അതിനു മുമ്പ് അങ്ങനെയല്ല. രണ്ട് രീതിയാണ് അവരുടെ ചരിത്രത്തിൽ കാണാൻ കഴിയും. ലാ ഇലാഹ ഇല്ലല്ലാഹ്ക്ക് മുമ്പും ശേഷവും അറബികളുടെ ജീവിതം പരിശോധിച്ച് നോക്ക്. ആ മാറ്റം ഇവിടെ നിന്നുണ്ടായിരുന്നത് ഈ ലാ ഇലാഹ ഇല്ലല്ലാഹ് പഠിച്ചുകൊണ്ടാ, ആ ആദർശം പരിപൂർണമായി ഉൾക്കൊണ്ടുകൊണ്ടാ. അത് ഉൾക്കൊള്ളാൻ നമ്മളെ കൊണ്ട് കഴിയണം. ഒന്നാമത്, പൊതുവിൽ നമുക്കൊരു ധാരണയുണ്ട്, ഒരു മിഥ്യാധാരണയുണ്ട്. മറ്റ് കാലഘട്ടങ്ങളെ അപേക്ഷിച്ച് ഇപ്പൊ നഗരങ്ങളിലേക്ക് നോക്കിയാൽ ജുമാ പള്ളികളെല്ലാം നിറഞ്ഞിരിക്കുകയാണ്. എത്ര പള്ളികളുണ്ട് ഈ ടൗണിനകത്ത്? എല്ലാ പള്ളിയും നിറഞ്ഞു കവിയുന്ന ജുമാ നമസ്കാരങ്ങൾ നടക്കുന്നു. റമദാൻ മാസമായി കഴിഞ്ഞാൽ ഖിയാമുൽ ലൈലടക്കം പള്ളികൾ നിറഞ്ഞു കവിഞ്ഞ് നിസ്കാരക്കാരിവിടെ ഉണ്ട്. ജമാഅത്തുകൾക്ക് മാന്യമായ പ്രാതിനിധ്യം നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. റംസാൻ മാസമായി കഴിഞ്ഞാൽ പിന്നെ 90% മുസ്ലിമീങ്ങൾ നോമ്പനുഷ്ഠിക്കുന്നവരാണ്. ഹജ്ജിനിവിടെ കോട്ട തികയുന്നില്ല എന്ന പരിഭവങ്ങൾ മാത്രം അവശേഷിക്കുന്നു. ഓരോ വർഷവും എല്ലാ രാജ്യങ്ങളിൽ നിന്നും ഒഴുകിക്കൊണ്ടേയിരിക്കുന്നു. ഹജ്ജ് കഴിഞ്ഞാലും മക്കയും മദീനയും പിന്നെയും വിശ്വാസികളെ കൊണ്ട് സമൃദ്ധമായിരിക്കുന്നു. ഉംറയ്ക്ക് വേണ്ടി കയറി പോയിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ അപേക്ഷകൾ കൊടുത്ത് ഹജ്ജിന് വേണ്ടി ലക്ഷങ്ങളുടെ കണക്ക് മാറിയിട്ടും ഇന്നും ക്യൂ നിൽക്കുന്ന ആൾക്കാർ. അമലുകൾ ഒരുപാടായി പോയി, അത്യാവശ്യ അമലുകളൊക്കെ ഉണ്ട്. അതുകൊണ്ട് നമ്മളെല്ലാം സ്റ്റഡിയാണ് നമ്മൾ കണക്കാക്കുന്നത്. ഈ അമലുകൾ ഉണ്ടായതുകൊണ്ട് മാത്രം കാര്യമില്ല. ഈ അമലുകൾക്ക് ജന്മം നൽകുന്ന ഒരു വിശ്വാസം ഉറപ്പുണ്ടാകണം നമുക്ക്. ലാ ഇലാഹ ഇല്ലല്ലാഹ് ശരിയാകാതെ നമ്മൾ ഈ പുറംപൂച്ചായി കാണിക്കുന്നൊന്നും നിൽക്കൂല. അതൊന്നാമത് മനസ്സിലാക്കുക. ഇതൊന്നും നിൽക്കാൻ പോകുന്നില്ല. നിൽക്കണമെങ്കിൽ ആദ്യം ലാ ഇലാഹ ഇല്ലല്ലാഹ് ശരിയാക്കണം. പല ആൾക്കാർ ഒരുപാട് നിസ്കാരമില്ല, ഹജ്ജില്ല, ഒരുപാട് അമലുകൾ ചില ആൾക്കാർ നമുക്ക് കാണാൻ കഴിയും. അവരവരുടെ ആവശ്യങ്ങളും പ്രശ്നങ്ങളും സങ്കടങ്ങളും ഉണ്ടാകുമ്പോൾ, ജോലിക്ക് ഉയർച്ച വേണം, എക്സാമിൽ പാസ്സാകണമെങ്കിൽ ആരെങ്കിലും അടുത്തുപോയി മന്ത്രിക്കണം, ആരുടെയെങ്കിലും അടുക്ക പോയി നേർച്ചകളും വഴിപാടുകളും സമർപ്പിക്കണം, ഏതെങ്കിലും ദർഗയിൽ പോയി പ്രാർത്ഥിക്കാൻ നിൽക്കണം. വലിയ നിസ്കാരക്കാരാണ്, അല്ലാഹുവിൽ വിശ്വാസമുള്ളവരാണ്, ദിവസവും സന്ധ്യ കഴിഞ്ഞാൽ 100 തവണ ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയുന്ന ആൾക്കാരാണ്. അവർക്ക് കടുവാപ്പള്ളിയിലെ പഴം വേണം, അല്ലെങ്കിൽ ഭീമാപ്പള്ളിയിലെ പട്ടു വേണം. അവരുടെ ജീവിതം ധന്യമാകാൻ, അല്ലെങ്കിൽ ജീവിതത്തിന് രക്ഷയുണ്ടാകാൻ. രക്ഷയും ശിക്ഷയും ആരുടെ ഭാഗത്തു നിന്നുണ്ടാകുന്നു? ഒരു മനുഷ്യന്റെ ജീവിതത്തിന്റെ നന്മയും തിന്മയും തീരുമാനിക്കുന്നതിൽ പട്ടിനും മരിച്ചുപോയവനും എന്ത് അവകാശമാണുള്ളത്? മക്ബറയിൽ കിടക്കുന്ന മനുഷ്യനാണോ നമ്മുടെ ജീവിതത്തിന്റെ നാളുകൾ തീരുമാനിക്കുന്നത്? അവിടെയാണ് നമ്മൾ വിഷയം പറ്റിയത്. ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലിയിരിക്കുകയാണ്, ചൊല്ലി പോകുന്ന ആൾക്കാരാണ്. പക്ഷെ അവർക്ക് പറ്റുന്ന അബദ്ധങ്ങളാണിത്. ഈ വഴിവിട്ട നിലയിൽ അള്ളാഹുവിലുള്ള വിശ്വാസം നിൽക്കുമ്പോഴും വഴിവിട്ട നിലയിൽ കാര്യങ്ങൾ സാധിക്കാൻ വേണ്ടി പരീക്ഷണങ്ങൾ നടത്തുമ്പോൾ ഈമാൻ എവിടെയാ സ്റ്റഡി ആയത്? അവിടെ ശരിയായിട്ടില്ല. നമ്മൾ പല ആൾക്കാരുടെയും വിഷയമാണ്. അതിലിപ്പോ സംഘടനയൊന്നുമില്ല. ഇന്ന വിഭാഗക്കാർ തൗഹീദ് ഭയങ്കരമാണ്, ഇന്ന വിഭാഗക്കാർ തൗഹീദ് സ്ട്രോങ് ആണ്, കൂവത്തുള്ളതാണ്, അങ്ങനെ പറഞ്ഞിട്ട് പ്രശ്നങ്ങൾ വരുമ്പോൾ, അവനവന്റെ ജീവിതത്തിന്റെ പരീക്ഷണ ഘട്ടങ്ങൾ വരുമ്പോൾ പലരും ആടിപ്പോകാറുണ്ട്. ഇത് പടച്ചവന്റെ ദുനിയാവാ. ഈ പടച്ചവൻ ദുനിയാവ് സംവിധാനിച്ചത് പോലും പരീക്ഷിക്കാൻ വേണ്ടിയാ. ഇവിടെ ഉണ്ടാകും പരീക്ഷണങ്ങൾ, കുന്നോളം സങ്കടങ്ങൾ വന്നുകൊണ്ടേയിരിക്കും. ഒന്നിനു പിറകെ ഒന്നായി മനുഷ്യൻ വേദനകൾ പലതും കടന്നു പോകേണ്ടി വരും. അതിന് നീ വീട് പൊളിക്കാൻ നിൽക്കണ്ട. അതിന് കാരണം മയ്യവാതിലില്ലാത്ത വീടാണ്, അല്ലെങ്കിൽ എന്ത് ചെയ്യുക, കന്നിമൂലയിൽ വന്നിരിക്കുന്ന കക്കൂസാണ്. അങ്ങനെ 1008 കാര്യങ്ങൾ കണ്ടെത്തിയിട്ട് അതിനൊക്കെ പരിഹാരം തീർക്കാൻ വേണ്ടിയിട്ട് നേർച്ചയും വഴിപാടുമായിട്ട് കാണിക്കാരന്റെ മുമ്പിലും കാവിൽ ദീപം തെളിക്കാനും മക്ബറയിൽ ദീപം തെളിക്കാനും പട്ടിനും പാലും പഴത്തിനും വേണ്ടി ഓടുന്ന ഓട്ടമുണ്ടല്ലോ, അത് ലാ ഇലാഹ ഇല്ലല്ലാഹ് അതുമായിട്ടൊരു ബന്ധമില്ല. നിങ്ങൾ എത്ര തവണ ഇനി കുമ്പിട്ടാലും ചൊല്ലിയാലും യേശുവില നെഞ്ചിന്റെ അകത്തത് വേണ്ടേ? ലാ ഇലാഹ ഇല്ലല്ലാഹ് വിശാലമായ വിശദീകരണം പഠിക്കുമ്പോൾ അതിൽപ്പെട്ടതാണ് നന്മയും തിന്മയും റബ്ബിന്റെ തീരുമാനമാണെന്ന്. നമ്മുടെ ജീവിതത്തിൽ നടക്കുന്ന എല്ലാം റബ്ബിന്റെ തീരുമാനമാണ് എന്ന് വിശ്വസിക്കുക കൂടിയാണ് ലാ ഇലാഹ ഇല്ലല്ലാഹ്. അത് പരിഹാരമുണ്ടെങ്കിൽ ലോകം വെച്ചവനും ലോകമെടുക്കുന്നവനും ഇബ്രാഹിം നബി അലൈഹിസ്സലാം പറഞ്ഞതുപോലെ എനിക്ക് ലോകം വെച്ചവനും എന്നെ ലോകത്ത് ശുഭപ്പെടുത്തുന്നവനുമാണ് എന്റെ നാഥനെന്ന്. അത് എങ്ങനെ വിശ്വസിക്കാൻ നമ്മളെ കൊണ്ട് കഴിയണ്ടേ? രോഗം നിരന്തരമായ രോഗമാണ്. മക്കൾക്ക് രോഗം, ഒരാൾ ആശുപത്രിയിൽ നിന്ന് കൂടെ അടുത്ത ആളിനെ കൊണ്ടുപോകണം. വലിയ പരീക്ഷണമാണ്. അതുകൊണ്ട് ഇപ്പൊ എന്താ ചെയ്യുക? വലിയ പരീക്ഷണമാണ്. എന്തായാലും എന്തെങ്കിലും ഒരു മാർഗം ഉണ്ടെങ്കിൽ പറയുന്നു.
ദുആ ചെയ്യും, നിങ്ങൾ അള്ളാഹുവിനോട് ദുആ ചെയ്യും. എല്ലാം ഒരു പരീക്ഷണം തന്നെയാണ്. അള്ളാഹു ഇഷ്ടപ്പെടുന്നവരെ പരീക്ഷിക്കും. അതൊക്കെ അങ്ങനെയാണ് ദുനിയാവ്. അതങ്ങുമല്ല, വേറെ പരിഹാരം പറയാൻ. അപ്പം നിങ്ങൾ ഇന്നടത്തുനിന്ന് പോയി നോക്കി, ചിലപ്പോൾ പരിഹാരം ഉണ്ടാവുമെന്ന്. അന്നപ്പം അങ്ങോട്ടൊന്ന് പോയി നോക്കാന്ന്. ഇന്നടത്തുനിന്ന് പോയി നോക്കി, അവിടെ ചിലപ്പോൾ പരിഹാരം ഉണ്ടാവും. പല ആൾക്കാരുടെയും പ്രശ്നങ്ങൾ മാറി ഇന്നടത്ത് പോയിട്ടാണെന്ന്. അങ്ങനെ തന്നെയാണ് ഇവിടെ അമ്മമാരും ബാബമാരും ബീവിമാരും ജിന്നമ്മമാരും വളരുന്നത്. അവരെയൊക്കെ വളർത്തുന്നത് ഇങ്ങനെയുള്ള പ്രശ്നമില്ലാത്ത മനുഷ്യനുണ്ടോ? അതിനൊക്കെ പരിഹാരം തേടിയിട്ട് ഇങ്ങനെ ആൾ ദൈവങ്ങളുടെ അടുക്കിലേക്കും ദർഗകളിലേക്കും അല്ലെങ്കിൽ കാവുകളിലേക്കും മറ്റു മതങ്ങളുടെ വിശ്വാസങ്ങളുടെ പിറകെയും ചില സ്പോൺസർ ചെയ്യാണ്. ചില അന്യമത മതങ്ങളിൽപ്പെട്ടുള്ള ചില ആചാരങ്ങൾക്കും അനുഷ്ഠാനങ്ങൾക്കും സ്പോൺസർഷിപ്പ് മുസ്ലിങ്ങളാണ്. അതൊരു നേർച്ചയായിട്ട് ഒരു സമൂഹ സദ്യയിൽ എൻ്റെ വക ഇരിക്കട്ടെ എന്ന്, എൻ്റെ വക ഒരു ആരാധന, എൻ്റെ വക ദീപാരാധന, ഇങ്ങനെ വഴിപാട്, ഇങ്ങനെ വഴിപാടുകളൊക്കെ നമ്മൾ ഏറ്റെടുത്ത് വെടി വഴിപാടടക്കം മുസ്ലിം കാക്കാമാരും വഴിപാട് നടത്തുകയാണ്. എന്തിനാണ്? നമ്മുടെയൊക്കെ പ്രശ്നങ്ങൾ മാറുന്ന ചെറിയ പ്രശ്നങ്ങളൊക്കെ വരുന്നു. പ്രശ്നങ്ങളില്ലാത്ത മനുഷ്യൻ ആ പ്രശ്നങ്ങളുടെ നടുക്ക് നിൽക്കുമ്പോഴും അള്ളാഹുവിൽ പ്രതീക്ഷ വെക്കാൻ കഴിയണം. റബ്ബ് മാത്രമേ ഇലാഹുള്ളൂ എന്ന് പറയാൻ കഴിയണം. അതാ പരീക്ഷണം. ആ ലാ ഇലാഹ ഇല്ലല്ലാഹ് നന്നാക്കി കഴിഞ്ഞാൽ പിന്നെ പിന്നെ അതിന്റെ പുറത്തുണ്ടാകുന്ന നന്മകളുണ്ടല്ലോ, വിശ്വാസ വിശുദ്ധി നമ്മൾ കൈവരിച്ചു കഴിഞ്ഞാൽ പിന്നെ അത് സ്വാഭാവികമായി നമുക്ക് കർമ്മവിശുദ്ധി കൂടി കൊണ്ടുവരും. ജീവിതത്തിൽ നന്മകൾ ഉണ്ടാകും. അള്ളാഹുവിൽ അടിയുറച്ച് വിശ്വസിക്കുന്ന ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവന്റെ ജീവിതത്തിൽ നന്മകൾ വന്നുകൊണ്ടേയിരിക്കും. പഴം നൽകുന്ന ഒരു വൃക്ഷത്തെ പോലെയാണ് ആദർശമുള്ളൊരു വിശ്വാസി എന്നുള്ളത്. അതിന് സീസണൊന്നുമില്ല, എപ്പോഴും പഴം നൽകും. അഥവാ ചുറ്റുമുള്ളവർക്കെല്ലാം ഉപകാരമുണ്ടാകുന്ന പരോപകാരിയായ, ആരെയും ദ്രോഹിക്കാത്ത, ജീവിതത്തിൽ നന്മകൾ വാരിക്കൂട്ടുന്ന നല്ലൊരു മനുഷ്യനെ രൂപപ്പെടുത്താൻ ലാ ഇലാഹ ഇല്ലല്ലാഹ് സാധ്യമാകൂ. അത് ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും എന്ത് ചെയ്യും? എന്ന് പറഞ്ഞ കണക്ക് അതിങ്ങനെ ആകാശത്തേക്ക് പടർന്നു നിൽക്കും. അതിങ്ങനെ എല്ലാ സമയത്തും അതിങ്ങനെ പഴം നൽകിക്കൊണ്ടേയിരിക്കും. എല്ലാ സമയത്തും അത് പഴം നൽകിക്കൊണ്ടിരിക്കും, നന്മ നൽകിക്കൊണ്ടേയിരിക്കും. ആ നന്മകളുടെ മാറ്റമാണ് പിന്നെ ജീവിതത്തെ കാണുക. ഈ കർമ്മ വിശുദ്ധി കൂടി കൈവരിക്കുക. ഈ രണ്ട് കാര്യങ്ങളുണ്ട്, ഈ രണ്ട് നേട്ടങ്ങൾ. ഒന്നാമത് ജീവിത വിശുദ്ധി, അതാണ് വിശ്വാസ വിശുദ്ധി. രണ്ടാമത് കർമ്മ വിശുദ്ധി. ഈ രണ്ട് വിശുദ്ധികളും കൈവരിക്കാൻ ലാ ഇലാഹ തന്നെ ധാരാളം. ഇനി മൂന്നാമത് നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്നുള്ളത്, മൂന്നാമത് നമ്മുടെ ഏറ്റവും വലിയ ലക്ഷ്യം അത് ഭൗതികമായ ലോകത്ത് വിജയവും മുന്നേറ്റവുമാണ്. ആദർശശാലികൾക്ക്, വിശ്വാസികൾ, നമ്മൾ രണ്ട് പ്രശ്നം ഇൻഡിവിജ്വലിയാണ് ഈ രണ്ട് കാര്യങ്ങൾ. വ്യക്തികളുടെ വിശ്വാസപരമായ ശുദ്ധിയും അതോടൊപ്പം ജീവിത വിശുദ്ധിയും കൈവരിക്കാൻ ലാ ഇലാഹ ഇല്ലല്ലാഹ് ധാരാളമാണ്. ഇനി മൂന്നാമത് പൊതുവിൽ സാമൂഹികമായി നമ്മൾ നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നം ഇതാണ്. ലോകത്ത് മുസ്ലിമീങ്ങളുടെ മുന്നേറ്റമാണ്, വിജയമാണ്, ക്ഷേമമാണ്, മേധാവിത്വമാണ്. അത് നമുക്ക് ആവശ്യമാണ്. അതിന് ലാ ഇലാഹ ഇല്ലല്ലാഹ് പരിഹാരമുള്ളത് ഖുർആൻ പറയുന്നത്. വഅദല്ലാഹു അല്ലദീന ആമനു വഅമിലുസ് സ്വാലിഹാത്തി ലയസ്തഖ്ലിഫന്നഹും ഫിൽ അർള് കമസ്തഖ്ലഫൽ ലദീന മിൻ ഖബ്ലിഹിം എന്ന് വിശുദ്ധ ഖുർആൻ സൂറത്ത് നൂർ 55-ാമത്തെ ആയത്തിൽ അല്ലാഹു പറയുന്നുണ്ട്, ലോകത്ത് നിങ്ങൾക്ക് വിജയം വേണമെങ്കിലും ലാ ഇലാഹ ഇല്ലല്ലാഹ് മാർഗ്ഗമുള്ളൂ എന്ന്. ഖുലു ലാ ഇലാഹ ഇല്ലല്ലാഹ് ഖുലു ലാ ഇലാഹ ഇല്ലല്ലാഹ് തദീനു ലക്കുമുൽ അറബ് വൽ അജം ഖുലു ലാ ഇലാഹ ഇല്ലല്ലാഹ് തുഫ്ലിഹു എന്നും ഹദീസ് കാണാൻ കഴിയുന്നുണ്ട്. ലോകത്തെ ജയിക്കാൻ നിങ്ങളെ കൊണ്ട് കഴിയും ലാ ഇലാഹ ഇല്ലല്ലാഹ് വിശ്വസിക്കുമെന്ന്. ലാ ഇലാഹ ഇല്ലല്ലാഹ് വിശ്വസിക്കുന്നവർക്ക് അറബ് ലോകവും അനറബ് ലോകവും കീഴടക്കാൻ കഴിയുമെന്നും പുണ്യ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. യഥാർത്ഥ ആദർശശാലികൾക്ക് ലോകത്തെ ഏറ്റവും മികച്ചവരായ അല്ലാഹു നിലനിർത്തുമെന്നുള്ളതാണ് ഖുർആൻ വിശദീകരിക്കുന്നത്. നിങ്ങൾക്ക് മുമ്പുള്ളവർക്ക് അല്ലാഹു മേധാവിത്വം കൊടുത്തതുപോലെ ദുനിയാവിൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് വിശ്വസിക്കുന്നവർക്ക് മേധാവിത്വം കൊടുക്കുമെന്ന്. അല്ലാഹു ഒരു പ്രപഞ്ചത്തിന്റെ അല്ലെങ്കിൽ ഈ ദുനിയാവിന്റെ ഒരു ക്രമീകരണമാണത്. അല്ലാഹുവിന്റെ നടപടിക്രമമാണ്. ആദർശശാലികളായ വിശ്വാസികൾ ഉണ്ടായി കഴിയുമ്പോൾ, ലാ ഇലാഹ ഇല്ലല്ലാഹ് അടിയുറച്ച് വിശ്വസിക്കുന്നവരായി ഒരു സമൂഹം രൂപപ്പെട്ട് കഴിയുമ്പോൾ ഈ ദുനിയാവിന്റെ മേധാവിത്വം അവരെ ഏൽപ്പിക്കും. അവരാണ് പിന്നെ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുക. നിങ്ങൾ നോക്കൂ, ഇത് റസൂൽ ഇത് പറയുമ്പോൾ, റസൂൽ ഇത് പഠിപ്പിക്കുമ്പോഴും ഈ ആയത്തിറങ്ങുമ്പോഴും അറേബ്യയിൽ ഏതാണ് മുസ്ലിങ്ങളുടെ സാഹചര്യം എന്നുള്ളത്? എന്താ സാഹചര്യം? സ്വന്തം നാട് പോലും നഷ്ടപ്പെട്ടിരിക്കുകയാണ്. കിടക്കാടം പോലും നഷ്ടപ്പെട്ടിട്ട് അന്യനാട്ടിൽ അഭയം തേടിയിട്ട് വെറും അഭയാർത്ഥികളായി മുസ്ലിമീങ്ങളിൽ മഹാഭൂരിപക്ഷവും മദീനത്ത് കഴിയുമ്പോഴാണ് ഈ ആയത്തിൽ ഇറങ്ങുന്നത്. ഇവരോട് പറയുന്നത് നിങ്ങൾ ലോകത്തിന്റെ മേധാവിത്വമുള്ളവരായി തീരുമെന്ന്. ഒരു നേരത്തെ ആഹാരത്തിന് പ്രയാസപ്പെടുമ്പോൾ വയറ്റിൽ കല്ല് വെച്ച് കെട്ടിക്കൊണ്ട് വിശപ്പടക്കാൻ പ്രയാസപ്പെടുന്ന ഒരു സമൂഹത്തിന് മുമ്പിലാണ് ആയത്തിറങ്ങുന്നത്. നിങ്ങൾ ലോകത്ത് ജയിക്കാൻ പോകുന്നവരാണ്. അതുകൊണ്ട് ലാ ഇലാഹ ഇല്ലല്ലാഹ് നന്നാക്കാൻ, ആദർശം നന്നാക്കാൻ, ആദർശം നന്നാക്കിയവർ ആദർശം നന്നാക്കി ലാ ഇലാഹ ഇല്ലല്ലാഹ് ഉറക്കെ പിടിച്ചു, മുറുകെ പിടിച്ചുകൊണ്ട് അവർ നിന്നു. മഹാഭൂരിപക്ഷം ആൾക്കാരുടെ ഈമാൻ നന്നായി. അങ്ങനെ ഈമാൻ നന്നായപ്പോ ലോകത്ത് ഓട്ടോമൻ സാമ്രാജ്യം തകർക്കപ്പെടുന്ന ഒരു കാലഘട്ടം വരെയും ലോകത്തിന്റെ മേധാവിത്വം മുസ്ലിങ്ങളുടെ കയ്യിലായിരുന്നു. ഉസ്മാനിയ ഭരണകൂടം, ഖിലാഫത്ത്, അത് തകർക്കപ്പെടുന്നവരെയും ലോകത്തൊരു ഭാഗത്തിന്റെ മേധാവിത്വം തന്നെ മുസ്ലിങ്ങളുടെ കയ്യിലായിരുന്നില്ലേ? പക്ഷെ ഇന്ന് മർദ്ദിത പീഡിത വിഭാഗങ്ങളായി നമ്മൾ മാറിയിട്ടുണ്ട്. ഇന്ന് മർദ്ദിത പീഡിത വിഭാഗമായി നമ്മൾ മാറിയെങ്കിൽ അതിന്റെ കാരണം നമ്മുടെ കയ്യിൽ നിന്ന് ലാ ഇലാഹ നഷ്ടപ്പെട്ടിരിക്കുന്നത് തന്നെയാണ്.
ആദർശത്തിൽ നമ്മൾ വെള്ളം ചേർത്തപ്പോൾ അതങ്ങ് ചോർന്നുപോയി, ആ വീര്യം അങ്ങ് ചോർന്നുപോയി. നമ്മൾ പിന്നെയും എന്ത് ചെയ്തു? പീഡിത വിഭാഗമായി മാറി എന്നുള്ളതാണ്. ആ അറേബ്യയിലിരുന്ന റസൂല് പറഞ്ഞൊരു കാര്യം നമുക്ക് വളരെ ദയനീയമായി ജീവിക്കുന്ന സമൂഹത്തിന് മുമ്പ് പറഞ്ഞു, നിങ്ങൾ ലോകത്ത് ജയിക്കുമെന്ന്. അന്നത്തെ ഏറ്റവും വലിയ ശക്തി കേന്ദ്രങ്ങളായ റോമും പെർഷ്യയും കീഴടക്കി വിശ്വാസികൾ തേരോട്ടം തുടങ്ങിയിട്ട് പലസ്തീനിൽ വന്ന് മസ്ജിദുൽ ബൈത്തുൽ മുഖദ്ദസിനും വിമോചനം നടത്തിയിട്ട് ബിലാലിന്റെ ബാങ്ക് പടം മുഴങ്ങുമ്പോൾ ആലോചിച്ചു, എത്ര പെട്ടെന്നാണ് വിശ്വാസികൾ അല്ലാഹു സ്വീകരിച്ചത്. കാരണം അവരാണ് യോഗ്യർ. ലോകത്ത് ഏറ്റവും നല്ല ആൾക്കാരുള്ളപ്പോ അവർ തന്നെയാണ് ഏറ്റവും നല്ലവരായ ആദർശശാലികളായ ലാ ഇലാഹ ഇല്ലല്ലാഹ് നെഞ്ചിലേറ്റുന്ന ഒരു സമൂഹം ഉണ്ടായി കഴിയുമ്പോൾ അവർക്ക് മേധാവിത്വം കൊടുക്കുക എന്നുള്ളത് അല്ലാഹു നടപടിയാണ്. അങ്ങനെയുള്ളവരില്ല, ചണ്ടികളായി മാറി. ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയുന്നവർക്ക് പോലും ഈമാൻ ഉറപ്പില്ലാത്തൊരവസ്ഥ ഉണ്ടായാൽ ഏറ്റവും മോശപ്പെട്ടവർ ലോകം ഭരിക്കും. ഏറ്റവും അർദലുകള്, ഏറ്റവും വലിയ ഫാസിക്കുകള്, ഏറ്റവും വലിയ തെമ്മാടികള് ഈ ലോകം ഭരിക്കുന്ന സാഹചര്യം ഉണ്ടാവും. അതിപ്പോ നടന്നുകൊണ്ടിരിക്കുന്നത്. അവിടെ നിക്കക്കളിയില്ലാതെ നെട്ടോട്ടോടെയാണ് നമ്മള്. അതാ ഖുർആൻ പറഞ്ഞത്, നിങ്ങളെ ഞാൻ ഏൽപ്പിക്കും വലയുമക്കിനന്നലഹും ദീനഹും ലദിർതലാലഹും വലയുബദ്ദിലന്നഹും മിൻ ബഅദി ഖൗഫിഹിം അംന എന്ന് ശേഷം ആയത്ത് വിശദീകരിക്കുന്നുണ്ട്. നിങ്ങൾ ലാ ഇലാഹ ഇല്ലല്ലാഹിലേക്ക് മടങ്ങി വന്ന് അടിയുറച്ച് വിശ്വസിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മേധാവിത്വം മാത്രമല്ല, നിങ്ങൾ തൃപ്തിപ്പെട്ട ഈ മതമുണ്ടല്ലോ ഇസ്ലാം, ഈ മതത്തെ അഭിമാനത്തോടെ കൊണ്ടു നടക്കാവുന്ന ഒരു അന്തരീക്ഷവും ഉണ്ടാക്കും. നിങ്ങൾക്ക് അഭിമാനത്തോടെ ഈ മതത്തിൽ പറയാം, ഞാൻ മുസ്ലിമാണെന്ന് പറയാൻ കഴിയുന്ന സാഹചര്യം ഉണ്ടാവും. ഇന്ന് ജാള്യത ആൾക്കാർക്ക്, ഇന്ന് ഇസ്ലാമിനെ പുറത്ത് കാണിക്കാൻ പേടിയ ആൾക്കാർക്ക് അങ്ങനെ ഭയക്കാതെ ആത്മാഭിമാനത്തോടെ അള്ളാഹു തൃപ്തിപ്പെട്ട് നൽകിയ ഈ മതത്തിൽ നിങ്ങൾക്ക് അഭിമാനത്തോടെ തലയുയർത്തി നിൽക്കാവുന്ന സാഹചര്യം ഉണ്ടാകും. ഈ ഭയത്തിന്റെയും ഈ അരക്ഷിതാവസ്ഥയുടെയും ശേഷം നിർഭയത്വവും സമാധാനവും ഉള്ള ഒരു അന്തരീക്ഷവും നിങ്ങൾക്ക് ഞാൻ നൽകുമെന്ന്. മിൻ ബഅദി ഖൗഫിഹിം അംന എന്ന്. ഈ ഭയപ്പാടൊക്കെ മാറും, ഈ അരക്ഷിതാവസ്ഥ മാറും. നിങ്ങൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് നന്നാക്കിയാൽ നിർഭയത്വമുള്ള, സുരക്ഷിതത്വമുള്ള, സമാധാനമുള്ള ഒരു ജീവിതാന്തരീക്ഷവും ഞാൻ ഉറപ്പു നൽകുന്നു എന്ന്. ഇത് അള്ളാഹു പറഞ്ഞതാ, റബ്ബ് പറയുന്നതാ. ഇത് റബ്ബിന് വെറുതെ ഇങ്ങനെ എന്ത് ചെയ്യുക, ആൾക്കാരെ ആവശ്യമില്ലാതെ മോട്ടിവേറ്റ് ചെയ്യുന്ന കാര്യമില്ലല്ലോ, വെറുതെ ഇങ്ങനെ ബൂസ്റ്റ് ചെയ്ത് കയറ്റിവിടുന്ന പരിപാടിയില്ലല്ലോ. പടച്ചവനെ സംബന്ധിച്ചിടത്തോളം അള്ളാഹു യഥാർത്ഥത്തിൽ നടക്കുന്ന നടപടിക്രമങ്ങളാണ് പറയുന്നത്. നിങ്ങളിത് ശരിയാക്കൂ, ഞാനിത് ശരിയാക്കാന്ന് പറഞ്ഞത്. നമുക്ക് ലാ ഇലാഹ ഇല്ലല്ലാഹ് ശരിയാക്കേണ്ട പണിയാണ് ഒന്നാമതുള്ളത്. അത് ശരിയാക്കിയാൽ അള്ളാഹു പൂർണ്ണമായ വിജയം ദുനിയാവിലും നമുക്ക് നൽകും. മുസ്ലിങ്ങൾക്ക് നാണക്കേടേണ്ടി വരില്ല, പരാജയപ്പെടേണ്ടി വരില്ല, ആട്ടും തുപ്പും സഹിച്ച് മർദ്ദിത വിഭാഗമായി കഴിയേണ്ടി വരില്ല. അഭിമാനത്തോടെ, സുരക്ഷിതരായി, സമാധാനത്തോടെ ഈ ലോകത്തിന്റെ നെറുകയിൽ വിശ്വാസികൾക്ക് ജീവിക്കാൻ കഴിയും. ആ വിശ്വാസികളുടെ തണൽ പറ്റി ലോകത്ത് മുഴുവൻ സമാധാനം ഉണ്ടാകും. യോഗ്യത വേണമല്ലോ, യോഗ്യതയുള്ളവനെ ആക്കുള്ളൂ. അങ്ങനെ വരുമ്പോഴേ മുസ്ലിങ്ങളെ കൊണ്ട് ഉപകാരം ഉണ്ടാവും. അല്ലെങ്കിൽ മുസ്ലിങ്ങളാണ് ഏറ്റവും വലിയ ഷർറ്. ലാ ഇലാഹ ഇല്ലല്ലാഹ് ശരിയാകാതെ കേവല മനുഷ്യനായി, ശരാശരി മനുഷ്യന്റെ നിലവാരമുള്ളവരായി കാക്കാമാര് മാറിയാൽ അവനേക്കാൾ അപകടകാരി വേറെ ആരുമില്ല. സ്വന്തം പള്ള വീർപ്പിക്കാൻ വേണ്ടിയിട്ട് ആരെയും വഞ്ചിക്കാനും പറ്റിക്കാനും അധികാരത്തിൽ അഴിമതി കാണിക്കാനും ഒരു മടിയുമില്ലാത്തവനെ എങ്ങനെ അധികാരം ഏൽപ്പിക്കും? ഇത് മറ്റേ അങ്ങനെയല്ല. ലാ ഇലാഹ ഇല്ലല്ലാഹ് കൊണ്ടുവന്ന വിശ്വാസശുദ്ധിയുണ്ട്, അത് നെഞ്ചിനകത്തിരുന്നപ്പോൾ ഉള്ള കർമ്മശുദ്ധിയുണ്ട്. ഇത് രണ്ടും പ്രാപിച്ചൊരു വിശ്വാസിക്ക് ലോകത്തെ നയിക്കാനുള്ള യോഗ്യതയുണ്ട് എന്നുള്ളത് കൊണ്ട് അവരെ ഏൽപ്പിക്കും. ഇപ്പൊ ആ യോഗ്യതയില്ല, അതാണ് എല്ലാം നഷ്ടപ്പെട്ട് ഈ അവസ്ഥയായത്. ഇപ്പൊ നമുക്ക് ഏറ്റവും നല്ലത് നമുക്ക് അടി കിട്ടിക്കൊണ്ടിരിക്കലാണ്. അതുകൊണ്ട് അല്പമെങ്കിലും ഈമാൻ ഉണ്ടാവും. ഇപ്പൊ നമുക്ക് നല്ലത് മർദ്ദിതരായി കഴിയലാണ്. സുഖം അല്പം കിട്ടിയാൽ മതിയല്ലോ. ഒരല്പസമയം ഒരു സുഖം കിട്ടിയാൽ തന്നെ നമ്മൾ മതിമറക്കുന്ന ആൾക്കാരാ. ഒരല്പ സുഖം കിട്ടിയാൽ തന്നെ നമ്മൾ മതിമറക്കും, പടച്ചവനെ മറക്കും. അത് ജീവിതത്തിൽ ഇൻഡിവിജ്വൽ വ്യക്തിപരമായ ജീവിതത്തിൽ നിന്ന് നോക്കൂ. സാമ്പത്തിക ഞെരുക്കമെങ്കിൽ ഇന്ന് നാളെ മറ്റന്നാൾ പ്രശ്നമൊന്നുമില്ലെങ്കിൽ ഇന്ന് നാളെ നിസ്കാരം ഇല്ലെന്നേ. പ്രശ്നങ്ങളാണ് നമ്മൾ പള്ളിക്കകത്ത് ഇപ്പോഴും ഇരുത്തുന്നത്. പ്രശ്നങ്ങളാണ് നമ്മൾ ഇപ്പോഴും അള്ളാഹുവിന് മുമ്പിൽ കൈകൾ നീട്ടാൻ നിർബന്ധിക്കുന്നത്. സുഖിച്ചു നോക്ക് നിങ്ങൾ. അല്പസുഖമുള്ള ജീവിതം കിട്ടിയാൽ പടച്ചവനെയും മറന്ന്, പടപ്പുകളെയും മറന്ന് മണ്ണിൽ അഹന്തയോടെ മനുഷ്യർ കിടക്കും. അതാ ഇന്നത്തെ കാക്കാമാര്. നമുക്ക് ഇന്ന് നല്ലത് തന്നെയാണ്. കാരണം നമുക്ക് ഒന്നാമത് ആദർശത്തിന് ബലം പോരാ. ലാ ഇലാഹ നമ്മൾ അങ്ങോട്ട് കൂടിയിട്ടില്ല ഇപ്പോഴും. അതാ പ്രശ്നം. അവിടെ നമ്മൾ നിൽക്കുന്നത്. ഇനി നാലാമത്തെ ഏറ്റവും ആത്യന്തികമായ ഒരു കാര്യം കൂടി പറഞ്ഞ് അവസാനിപ്പിക്കാവുന്നതാണ്. നാലാമത്തെ കാര്യം, ലാ ഇലാഹ ഇല്ലല്ലാഹ് നമ്മുടെ പരലോക വിജയത്തിന്റെ നിദാനം എന്നുള്ളത്, പാരത്രിക വിജയം. രണ്ടാമത്തെ പറയും ഇൻഷാ അല്ലാഹ്. കാര്യങ്ങൾ ഗൗരവത്തോടെ ചിന്തിച്ച് മനസ്സിലാക്കി പ്രവർത്തിക്കുക. വലിയ ഗൗരവപ്പെട്ട വിഷയമാണ് ലാ ഇലാഹ ഇല്ലല്ലാഹ്. ഗ്രഹിക്കട്ടെ പ്രിയമുള്ളവരെ, ഉസാമത്ത് ബിൻ സെയ്ദ് റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, ഒരിക്കൽ ഒരു ചെറിയൊരു ദൗത്യം, ഒരു സൈനിക ദൗത്യം റസൂൽ ഏൽപ്പിക്കുന്നുണ്ട്. ഒരു ചെറു സംഘം ആൾക്കാർ. അപ്പോൾ അവരൊരു സൈനിക ദൗത്യവുമായി പോകുമ്പോൾ അവർക്കെതിരെ ഒരു സംഘം ആൾക്കാർ അറ്റാക്ക് ചെയ്യുന്നുണ്ട്. അവരുടെ യുദ്ധമല്ല ഉദ്യമം എന്നുള്ളത്, കാവലാണ് ഉദ്യമം എന്നുള്ളത്. പക്ഷെ അവിടെ യുദ്ധം നടക്കുന്നു. രണ്ട് ചെറു സംഘങ്ങൾ ഏറ്റുമുട്ടി സ്വാഭാവികമായിട്ടും അങ്ങോട്ടും ഇങ്ങോട്ടും വാൾപ്പയറ്റുകൾ നടത്തി, പരസ്പരം വെട്ടി. ആ സമയത്ത് ഉസാമത്ത് ബിൻ സെയ്ദ് റളിയല്ലാഹു അൻഹു ഒരാളിനെതിരെ ആയുധം ഓങ്ങുമ്പോൾ അയാൾ പെട്ടെന്ന് വിളിച്ചു പറഞ്ഞു ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന്. അതുവരെ ഇങ്ങോട്ട് വെട്ടുന്ന ആളാണ്.
അതുവരെ ഇങ്ങോട്ട് ആക്രമിച്ച ഒരാളാണ്. പക്ഷെ അയാൾ പെട്ടെന്ന് ലാ ഇലാഹ ഇല്ലല്ലാഹ് വിളിച്ചു പറഞ്ഞു. പക്ഷെ ഉസാമത്ത് ബിൻ സെയ്ദ് റളിയല്ലാഹു അൻഹുവിനെ പോലെ ഒരു യുദ്ധപാഠവുമുള്ള ചെറുപ്പക്കാരൻ എന്ത് ചെയ്തു? അദ്ദേഹത്തെ വെട്ടി. യുദ്ധം കഴിഞ്ഞു മടങ്ങി വന്നു റസൂലിന്റെ മുമ്പിലേക്ക് കാര്യങ്ങളെത്തി. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉസാമത്ത് ബിൻ സെയ്ദിനെ വിളിച്ചു. ഉസാമയോട് ചോദിച്ചു, ഉസാമ അഖതൽതുഹു ബഅദ ഖൗലിഹി ലാ ഇലാഹ ഇല്ലല്ലാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞതിന് ശേഷം നീ ഒരാളെ വെട്ടി എന്നറിഞ്ഞല്ലോ, അങ്ങനെ വെട്ടിയായിരുന്നു എന്ന്. അദ്ദേഹം പറഞ്ഞു, അതെ നബി, ഞാൻ വെട്ടി എന്നുള്ള വാസ്തവമാണ്. നഅം ബൈനമാ ഖാലഹ ഖൗഫൻ അല സിലാഹി യാ റസൂലല്ലാഹ്. പക്ഷെ അയാൾ പറഞ്ഞത് ലാ ഇലാഹ ഇല്ലല്ലാഹ് അങ്ങനെ ഒരു അർത്ഥത്തിലല്ല നബി, അങ്ങ് ഉദ്ദേശിക്കുന്ന ഒരു അർത്ഥത്തിലല്ല പറഞ്ഞത്. അയാൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞത് ഞാൻ വെട്ടുമെന്ന് പേടിച്ചിട്ടാണ്, ജീവൻ രക്ഷിക്കാൻ വേണ്ടിയിട്ട് നടത്തിയ ഒരു തന്ത്രം മാത്രമായിരുന്നു നബി എന്ന്. പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെയായിരുന്നു, എന്നാൽ പിന്നെ കുഴപ്പമില്ല ഉസാമ എന്നല്ല, അങ്ങനെയല്ല ഉസാമയോട് പ്രതികരിക്കുന്നത്. റസൂൽ നീ അവന്റെ നെഞ്ച് പിളർന്ന് നോക്കി ഉസാമ എന്നാണ്. നീ അവന്റെ നെഞ്ച് പിളർന്നിട്ട് ഹൃദയം കയ്യിലെടുത്ത് നോക്കി ഉസാമ എന്ന്. അവൻ പറഞ്ഞ ലാ ഇലാഹ ഇല്ലല്ലാഹ് ആദർശമില്ലാതെ വിശ്വാസമില്ലാതെ പടച്ചവനോടുള്ള താല്പര്യം കൊണ്ടല്ലാതെ നിന്റെ വാള് കണ്ട് പേടിച്ചിട്ടെന്ന് മനസ്സിലാക്കാൻ നീ നെഞ്ചം കീറി നോക്കിയില്ലല്ലോ എന്ന്. മറുപടിയില്ല ഉസാമത്ത് ബിൻ സെയ്ദിന്, മറുപടി ഇല്ലാതെ വന്ന റസൂൽ വിട്ടിട്ടില്ല. ഫകൈഫ തസ്നഉ ബിലാ ഇലാഹ ഇല്ലല്ലാഹ് ഇദാ ജാഅത യൗമുൽ ഖിയാമ, ഈ ലാ ഇലാഹ ഇല്ലല്ലാഹ് നാളെ പരലോകത്ത് അല്ലാഹുവിന്റെ കോടതിയിൽ നിന്റെ മുമ്പിൽ വന്നാൽ എന്ത് ചെയ്യും ഉസാമ എന്ന് പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ഒരേ ഒരു തവണ ഒരു മനുഷ്യൻ പറഞ്ഞ ലാ ഇലാഹ ഇല്ലല്ലാഹ് ഉസാമ നിന്റെ മുമ്പിൽ ഒരു ചോദ്യചിഹ്നമായി പരലോകത്ത് വന്നാൽ എന്ത് മറുപടി പറയുമെന്ന് ആവർത്തിച്ചുകൊണ്ടേയിരുന്നു ആ ചോദ്യം. ഫകൈഫ തസ്നഉ ബിലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന്. വല്ലവന്റെയും നെഞ്ചു വളർന്ന് കാര്യം മനസ്സിലാക്കാനുള്ള കഴിവങ്ങും മനുഷ്യൻ നൽകപ്പെട്ടിട്ടില്ലല്ലോ, പിന്നെ എന്തടിസ്ഥാനത്തിൽ നീ കൊന്നു എന്ന്. അവസാനം ഉസാമ ആലോചിച്ചു പോയി, ഞാൻ ഇന്ന് ഒന്നേന്ന് ഷഹാദത്ത് പറഞ്ഞ് പുതുവിശ്വാസിയായി മുസ്ലിമായി കടന്നു വരേണ്ടിയിരിക്കുന്നു എന്ന് എനിക്ക് തോന്നുവോളം അല്ലാഹുവിന്റെ റസൂല് ആവർത്തിച്ചു കൊണ്ടേയിരുന്നു. എന്റെ തലകൾ താഴ്ന്നുപോയി, എന്റെ കണ്ണുകൾ ഈർന്നണിഞ്ഞു പോയി എന്ന്. അതിശക്തമായ റസൂലുള്ളാഹി ആ രംഗത്ത് പ്രതികരിക്കുന്നത് നോക്കൂ നിങ്ങൾ. ജീവിതത്തിൽ ഒരേ ഒരു തവണ ഒരു മനുഷ്യൻ പറഞ്ഞ ലാ ഇലാഹ ഇല്ലല്ലാഹ് ഒറ്റ തവണ പറഞ്ഞാലും അത് നെഞ്ചിൽ നിന്ന് വന്നാൽ ആ ലാ ഇലാഹ ഇല്ലല്ലാഹ് മതിയാകും ഒരു മനുഷ്യന് സ്വർഗം ലഭിക്കാനെന്നിരിക്കുമ്പോ അയാളുടെ വിഷയത്തിൽ വലിയ കടമയുണ്ട് വിശ്വാസികൾക്ക് എന്നാ പറഞ്ഞത്. രണ്ട് കാര്യങ്ങൾ മനസ്സിലാക്കാനുണ്ട്. ഒന്ന്, ലാ ഇലാഹ ഇല്ലല്ലാഹ് ധാരാളമാണ് ഒരു മനുഷ്യന് സ്വർഗം കിട്ടാൻ. ഒന്നാമത്തെ കാര്യം അതാണ്. ഒരു മനുഷ്യൻ, റസൂല് പറയുന്നുണ്ട്, ഒരു മനുഷ്യൻ ലാ ഇലാഹ ഇല്ലല്ലാഹയിൽ വിശ്വസിക്കുന്ന ഒരു അവസ്ഥയിൽ അല്ലാഹുവിന്റെ നരകത്തിലെത്തി. പടച്ചവൻ നരകത്തിലെ കർമ്മം കൊണ്ട് വേറൊന്നുമില്ല അയാളെ കയ്യിൽ. ലാ ഇലാഹ ഇല്ലല്ലാഹയിൽ ഒരു വിശ്വാസമുണ്ട്, അത് പറഞ്ഞിട്ടുണ്ട് അയാള്. മൻ ഖാല ലാ ഇലാഹ ഇല്ലല്ലാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹ് ഒരിക്കൽ പറഞ്ഞിട്ടുണ്ട് ആ മനുഷ്യൻ. ആ മനുഷ്യന്റെ ഹൃദയത്തിലോ ആകെയുള്ളത് ഒരു അണുവളവിന്റെ, ഒരു ഗോതമ്പിന്റെ അളവ്, അല്ലെങ്കിൽ ഒരു ബാർലിയുടെ അളവ്, അല്ലെങ്കിൽ ഒരു ധാന്യത്തിന്റെ അളവ്. അത് റസൂൽ മൂന്നും പ്രയോഗിക്കുന്നുണ്ട്. ഒരു ഗോതമ്പ് മണിയുടെ വലിപ്പമുള്ള നന്മയും ഒരേ ഒരു തവണ പറഞ്ഞ് ലാ ഇലാഹ ഇല്ലല്ലാഹുമുള്ള ഒരു മനുഷ്യൻ നരകത്തിൽ കിടന്ന് ശിക്ഷകൾ അനുഭവിച്ചു കഴിയുമ്പോൾ അവന് സ്വർഗം കൊടുക്കുമെന്ന് പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരൊറ്റ തവണ പറഞ്ഞ ലാ ഇലാഹ ഇല്ലല്ലാഹയാണ്. ഹൃദയത്തിനകത്തുള്ള നന്മയോ ഒരു ഗോതമ്പ് മണിയുടെ വലിപ്പം, ഒരു ബാർലി മണിയുടെ വലിപ്പം, ഒരു അരിമണിയുടെ വലിപ്പം, അത്രമാത്രം വലിപ്പം നന്മയുള്ള ഒരു മനുഷ്യന് പോലും സ്വർഗം കൊടുക്കുമെന്ന് പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നുണ്ട്. അത് ഗൗരവപ്പെട്ട ഒരു വിഷയമാണ്. അതുകൊണ്ട് ലാ ഇലാഹ ഇല്ലല്ലാഹ് എപ്പോഴും നെഞ്ചു സൂക്ഷിക്കാൻ നമ്മൾ ശ്രമിച്ചുകൊണ്ടേയിരിക്കണം. ഒന്നാമത്തെ കാര്യം അതാണ്. രണ്ടാമത് ആ സംഭവത്തിന് മറ്റൊരു വശമുള്ളത്, ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞവരെല്ലാം വിശ്വാസികൾ തന്നെയാണ്. അവരുടെ വിഷയത്തിൽ നമ്മൾ കൈകടത്തുമ്പോൾ സൂക്ഷിക്കേണ്ടതുണ്ട് എന്ന്. അവരെ ആത്മാഭിമാനത്തിന് ക്ഷതം വരുത്തുന്ന പ്രവൃത്തി, വാക്കുകൾ, അവരെ സ്വത്തിനും സമ്പാദ്യങ്ങളിലും അപഹരിക്കുന്ന, നഷ്ടം വരുത്തുന്ന ഒരു പ്രവൃത്തി, ഒരു വാക്ക് എന്നുള്ളത്, അതോടൊപ്പം തന്നെ അവന്റെ ചോരയ്ക്കോ ശരീരത്തിനോ കേടുവരുന്ന വിധത്തിലുള്ള ഒരു പെരുമാറ്റം എന്നുള്ളത് അനുവാദമില്ല. ആർക്കും അനുവാദമില്ല. നമ്മൾക്ക് സംഘടനകൾ ഉണ്ടാകാം, നമുക്ക് പ്രത്യേകം ഗ്രൂപ്പുകൾ ഉണ്ടാകാം, ആയിക്കോട്ടെ. അതുകൊണ്ട് ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞ മനുഷ്യർ അവരെല്ലാവരെയും കുറ്റപ്പെടുത്താനും അവർക്ക് നരകം വിധിക്കാനും നമുക്ക് അവകാശമില്ല. ഗൗരവത്തോടെ മനസ്സിലാക്കണം. വളരെ ഗുണകാംശപരമായി വിശ്വാസികളോട് പറയുന്ന പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. നമുക്ക് എന്ത് ആശയപരമായ വ്യത്യാസങ്ങൾ ഉണ്ടാകും, വലിയ ശാഖാപരമായ വിഷയങ്ങളിൽ വ്യത്യസ്ത നിലപാടുകളും കാഴ്ചപ്പാടുകളും ഉണ്ടാകും. പക്ഷെ ഒരു മനുഷ്യന് നെഞ്ചിനകത്തുള്ള ഈമാനെ പരിശോധിക്കാൻ നമുക്ക് അളവുകോലുകളില്ല. അത് നന്നായി മനസ്സിലാക്കണം. നമ്മൾ ഏതായിരുന്നാലും ശരി തന്നെ, പല ഗ്രൂപ്പുകളായിരിക്കാം, സംഘടനകളായിരിക്കാം, വിഭാഗങ്ങളായിരിക്കാം, അതുകൊണ്ടൊന്നും തന്നെ മറ്റൊരു മനുഷ്യന്റെ വിശ്വാസം അളക്കാൻ, അവൻ നരകം വിധിക്കാൻ, അവനെ കാഫിറാക്കാൻ, അവനെ മുശ്രിക്കാക്കാൻ നമുക്ക് അനുവാദമില്ല. ചർച്ചകളായി നടക്കട്ടെ, മാന്യമായിട്ട് പരസ്പര ബഹുമാനത്തോടെ ചർച്ചകളാകാം. അല്ലാതെ കുറ്റപ്പെടുത്തലുകൾ, അഭിമാനം ക്ഷതപ്പെടുത്തലുകൾ, പരസ്യമായി വേദികൾ മൈക്ക് കെട്ടി പരസ്പരം അവഹേളിക്കാൻ ആരാ നിങ്ങൾക്ക് ലൈസൻസ് നൽകിയത്? അതിലെവിടെ ഈമാനുള്ളത്? അതെങ്ങനെ ദേവത്തായത്? മതപ്രബോധനമെന്നോ? ഇതോ മതപ്രബോധനം? ഒരു വിശ്വാസം നാളെ പരലോകത്ത് റബ്ബിന്റെ മുമ്പിൽ നിൽക്കുമ്പോൾ ആരെ ഈമാനാണ് യഥാർത്ഥ ഈമാനെന്ന്, ഏവൻ പറഞ്ഞ് ലാ ഇലാഹ ഇല്ലല്ലാഹ് സ്വീകരിക്കപ്പെടുന്നതെന്ന് നിങ്ങൾക്ക് എന്നെ ഉറപ്പ് കിട്ടി?
ഗൗരവത്തോടെ മനസ്സിലാക്കണം. വിശ്വാസികളോട് സഗൗരവം പറയാണ്, സ്നേഹത്തിന്റെ ഭാഷയെ പറയാണ്. ഒരു കാരണവശാലും ലാ ഇലാഹ ഇല്ലല്ലാഹ് വിശ്വസിക്കുന്ന ഒരു വിശ്വാസിയെയും വില കുറച്ച് കാണാൻ പാടില്ല. ഏത് സംഘടനയാകട്ടെ, ശാഖാപരമായ വിഷയങ്ങളിൽ എന്ത് അഭിപ്രായ ഭിന്നത ഉണ്ടാകട്ടെ, എന്തായിരുന്നാലും ശരി തന്നെ അവരെ വിഷയങ്ങളിൽ അവർ അഭിമാനം ശതപ്പെടുത്തുന്ന ഒരു വാക്ക് പറയാൻ പാടില്ല. അവരെ സമ്പാദ്യം നശിപ്പിക്കുന്ന ഒരു പെരുമാറ്റം ഉണ്ടാകാൻ പാടില്ല. അവരെ ചോരയ്ക്കോ അവരുടെ ശരീരത്തിനോ പോർലേൽക്കുന്ന ഒരു രോമത്തിന് പോലും പോർലേൽക്കുന്ന ഒരു പ്രവൃത്തി പോലും വരാൻ പാടില്ല. അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ ആ ലാ ഇലാഹ ഇല്ലല്ലാഹ് വന്ന് നിന്നാൽ നിങ്ങൾ എന്ത് മറുപടി പറയുമെന്ന് റസൂൽ ചോദിക്കുന്നത്. അതുകൊണ്ട് ഗൗരവത്തോടെ ചിന്തിക്കുക, കാര്യങ്ങൾ ഗൗരവത്തോടെ മനസ്സിലാക്കി പ്രവർത്തിക്കുക. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് റബ്ബനാ ആതിനാ ഫിദ് ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനത വഖിനാ അദബന്നാർ റബ്ബനാ റബ്ബി തമ്മിം ബിൽ ഖൈരി വശആദ ആമീൻ ബിറഹ്മതിക യാ